ഇവന് മറ്റേ ഓക്സിജന്റെ പരിപാടിക്ക് പോയായിരുന്നട്ടാ. അന്ന് ഇവന് ഷർട്ട് പൊന്തിക്കാൻ നോക്കി. എന്തൊക്കെ ഓരോ കുണ്ടന്മാരെ. ലെക്സ് എവിടെ? അണ്ണ ഒരു പ്രശ്നം ഉണ്ടല്ലോ അണ്ണാ. എന്താ പറഞ്ഞല്ലോ വീണ്ടും? ഇല്ല ഞാൻ സ്നൈപ്പിന് എന്തൊക്കെ തടക്കി വിളിച്ച് അണ്ണനെ എന്താ പറഞ്ഞ് ചോദിക്കണ്ട അണ്ണ. അത് നീ പോയി ചോദിക്കടാ, ഞാൻ സിറ്റിയിലുണ്ടാവും. അത്ര ഇനി എനിക്ക് ആരാ പേടി? സന്തോഷമൊക്കെ അയ്യോ കൺഫർമേഷൻ വിളിച്ചോ? അമ്പത്തൂരില്ല സ്റ്റോറി ഒക്കെ എന്താ ഇട്ടിട്ടുണ്ടായിരുന്നു കുറച്ചായിട്ട്. അമ്പത്തൂർ നോക്കട്ടെ, 2 ദിവസമായിട്ട് അണ്ടി ഫാക്ടറിയിലാണ്. പാവം ഗ്രൂപ്പിലേക്ക് ചേച്ചി ഇന്ന് ചെയ്യണുണ്ടോ നോക്കട്ടെ. അമ്പത്തൂരിന്റെ സ്റ്റോറി ഒന്ന് നോക്കട്ടെ. ഓ ഞാൻ ഇപ്പോഴും മറ്റേ അമ്പത്തൂര് ഡേ 3 എക്സലന്റ് സിറ്റി. പാവടാ സത്യം. ഇത് 2 ദിവസമായിട്ട് 3 ദിവസമായിട്ട് സ്യൂട്ട് വിട്ട് അവിടെ നിക്കണ കേട്ടാ. പാവോ എന്റെ അമ്മോ, എന്തൊക്കെ തരം കാര്യങ്ങൾ കാണണം ഒരു ദിവസം. മണിയല്ലേ ഇനി എന്തൊക്കെയാ പറയണ? ഇതൊക്കെ നാനെന്തോ വള്ളിയൊന്നും എടുക്കൂല. സിറ്റി കാണേ. ബർത്ത്ഡേ പാർട്ടി നോക്കട്ടെ ബ്രോ, നോക്കട്ടെ. എന്താ നമ്മളെ ഹലോ നോക്കട്ടെ ലെക്സേ. കാണാൻ പറ്റുമത് കുഞ്ഞാണല്ലേ. കൊള്ളാടാ ഇത്. ചെറുതായി പോയി. ശരി ഐപാഡ് ചാർജ് ആവുന്നുണ്ട്. അണ്ണനെ തെറി വിളിച്ച് DX. എന്നെ എന്താടാ പറഞ്ഞവന്മാര്? ഞാൻ അവരോടൊന്നും ഒന്നും ചെയ്തില്ല, പക്ഷെ ഇനി ചെയ്യും. ഇനിയാണ് ചെയ്യാൻ പോണത്. കേവേട് വിളിച്ച് അതറിഞ്ഞാ മതി. ഹലോ, കേവേട് വിളിച്ചല്ലേ? രവിന്റെ കൊമ്പിലെ രാപ്പാടി. ഹലോ 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 ആരാ? നന്ദുട്ട എവിടെ? ആരാ? നന്ദുട്ടല്ലേ? നന്ദുട്ടൻ. നന്ദുട്ടനൊന്നും അല്ലത്. നന്ദുട്ടനാ? ഹലോ പാസ്വേഡ് ആരാ മനസ്സിലായോ? ഇല്ല. ആര്? നെവിൻ. ആരാ? നെവിൻ. കെവിനാ? നെവിൻ. ആ മറ്റേ വെടിവെച്ചത് ഒരുമിച്ച് പോയി ഓർമ്മയില്ലേ? പറത് സങ്കടായി. എടാ നമ്മുടെ കൺസൈൻമെന്റ് പയ്യൻ. ഓ എവിടെ നിൽക്കണ്? എടാ ഞാൻ ഇവിടെ സ്കൂളിലാണ്. ഞങ്ങൾ ചെറുതായിട്ടൊരു അടി പഠിക്കാൻ ചേർന്ന? അല്ലല്ല, പഠിപ്പിക്കാൻ. ആരെ പഠിപ്പിക്കാൻ? ഇവിടത്തെ സ്കൂളിലെ കുറച്ച് പിള്ളേരെ. മുച്ചിരിനെയൊക്കെ നശിച്ച്. മുച്ചിറീനെ അല്ല. അതെന്താ? ഹലോ ഓ പറ. ഞാൻ ഇപ്പൊ വിളിക്കാവേ. ഓക്കെ. മൂത്രമൊഴിക്കാൻ മുട്ടിട്ട് പോയോ? ഒരു മിനിറ്റ്. നിനക്ക് വെള്ളം ഞാൻ കഴിയും കൂടെ തരാം നിനക്ക്. എന്താ സൗണ്ട് അവിടെ? ഓൾഡ് ജി ചുപ്പി. നിനക്ക് നിന്നെയൊക്കെ മോഹൻ അറയിലാണോ അല്ല വീണേ? ഇത് ഇങ്ങനെ
ആമ്പിള്ളാർ ഒരു ബുദ്ധിമുട്ട് നോക്കണേ. ലക്ഷ്യ ഞാൻ അറിയാതെ തറയപ്പെടുത്തു കേട്ടാ. നീയും തറയപ്പെടുത്തോ? വില്ലു പോലെ ഞാനിപ്പോ എന്താ കണ്ടത്? അണ്ണ ഞാൻ അപ്പിടല്ലേ അണ്ണ അപ്പിടലായിരുന്നു. ഞാൻ അണ്ണാണ്ട് എന്നെ നോക്കിയേ ഒളിഞ്ഞ്. എന്തൊക്കെ പിള്ളേരാണ് ഇവിടെ ദൈവമേ. ഇന്നലെ കഴിച്ച പഴങ്കഞ്ഞീടിയാ. നിന്നെയൊക്കെ ഇനി ഞാൻ കഴിവിച്ച് കൊണ്ട് നടക്കാം. നിന്നെയൊക്കെ മോൻ എന്നുള്ള രീതിയിൽ ഞാൻ ഫോണിൽ സേവ് ചെയ്ത് വിചാരിച്ചേ. എന്നാ നോക്ക് നോക്ക് ഈ എക്സിന്റെ കാര്യം ചോദിക്കാം. ഇവിടെ കയറരുത്, ഇവിടെ കയറരുത്, ഇവിടെ കയറരുത്. ഇതൊക്കെ പ്രശ്നമാണ്. ഇതൊക്കെ പോടാ. കുടുംബത്തിൽ പറഞ്ഞാ വരുന്നു വസു. ഓ നാളെഞ്ചും മറ്റേ ഇതാവല്ലോ, കേസാവല്ലോ. പിന്നെ സ്കൂളൊക്കെ അടച്ചു പൂട്ടിയാ. അമ്മ ചോദിക്കട്ടെ DX അമ്മാര് കേവേഡ് ഇറക്കിയല്ലേ വില്ലുമനെ. അവിടെ ഇവിടെ ഉണ്ടോ? ഇവിടെ മറ്റേ എലി വിദ്യാലയം. അമ്മാര് കേവേഡ് പറഞ്ഞല്ലേ? കേവിയാ കേവേഡ് ആ എനിക്കറിയില്ല അണ്ണാ. അത് സ്നൈപ്പ് എന്താടാ പറഞ്ഞേ? എന്താ പറഞ്ഞ അമ്മാര്? അണ്ണനെവിടെ? ഞാൻ കൊണ്ടുവരാം. എടാ ഞാൻ കാര്യം പറയട്ടെ, ഇന്നിപ്പോ 12 മണിയായി. ഇന്നിപ്പോ എടുത്ത അമ്മാരെ അടിക്കാൻ പറ്റൂല. അണ്ണാ ഒറ്റടി അടി സമയമുണ്ട്, 2 മണി സമയമുണ്ട്. അണ്ണാ ഞാൻ പറഞ്ഞ 15 മിനിറ്റില് 10 മിനിറ്റില് ഇനിഷ്യൽ സിറ്റുവേഷൻ, 15 മിനിറ്റില് പ്രീ വാറ്, 15 മിനിറ്റില് അല്ലെങ്കിൽ 10 മിനിറ്റില് വാറ്. ഒറ്റയടിക്ക് എല്ലാം തീർക്കാം. എന്താ പറയുന്നത്? നമുക്ക് സംസാരിച്ചിരുന്നാ പോരെടാ ഇന്ന്. HF ഒന്നുമില്ല. HF അവരെ അടിച്ച ഡീലായ നമ്പർ ഞാൻ നിന്റെ നമ്പർ സേവ് ചെയ്യട്ടെ. എന്തുവാണ് കെവിൻ കുട്ടാന്നോ? കെവിൻ കുണ്ണേന്ന്. എന്താ കെവിനെ ഭയങ്കര സ്നേഹം കുടുംബം അങ്ങനെയൊക്കെ. അത് കേട്ട നമ്മ 5 പേരല്ലാണ്ട് വേറെ ഉണ്ടോ? ബാക്കിയുള്ളവരൊക്കെ ആര് റേഡിയോണ്ട് കൂടെ നിൽപ്പുണ്ടാവുന്നു. DXനെ അടി. ഞാനിപ്പോ കുറച്ച് ലോല ഹൃദയനായല്ലേ സത്യം പറഞ്ഞ. ഞാനിപ്പോ കുറച്ച് ഞാൻ ഈയിടെയായിട്ട് കുറച്ച് ലോല ഹൃദയനായല്ലേ. എന്താണ്? കേട്ട ഞാൻ ഒരു ആന്ന് മാത്രം സൗണ്ട് കേട്ടല്ല. മറ്റേ ഈ HF മറ്റേ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു ഒരാഴ്ച മുമ്പ്. HF റൗത്തർ ശശിയും കേവേർഡ് ഉപയോഗിച്ചായിരുന്നല്ലോ 1.5 ആഴ്ച മുമ്പ്. ഓർമ്മയില്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും നമ്പർ ഡ്രോപ്പ് ചെയ്യാം. അണ്ണാ നമ്പർ കിട്ടിയില്ല അണ്ണന്റെ. എടാ നിനക്ക് തരാടാ, 1 മിനിറ്റ് വെയിറ്റ്. അപ്പിക്കണ്ടി ഈ സ്കൂളിലൊന്നും വരണ്ടല്ലോ. HF ഇപ്പൊ ഞാൻ പറഞ്ഞ മെറ്റടിച്ച് വന്നടിക്കോ? ക്ലാസ്സിൽ ഇവിടെ സംസാരിക്കാം. താടിയൊക്കെ വെച്ചിരിക്കുന്നു. പറഞ്ഞോ. എടാ ഇന്നലെ സാവേജിന്റെ വണ്ടി അത് അപ്പാക്കാൻ വേണ്ടി മെക്കാനിക്ക് പോയി. മറ്റേ 70 കസ്റ്റംസിൽ അവിടെ പോയപ്പോ 2 പേര് തമ്മിൽ മുട്ടനടി. അത് രാത്രി ഇങ്ങനെ അടി ഉണ്ടാക്കാൻ പാടില്ല എന്നല്ലേ അണ്ണ. പിന്നെ അപ്പൊ ഞാൻ ചോദിച്ചു ബ്രോ
ഇപ്പൊ 2 മണി കഴിഞ്ഞില്ല, ഇനി എന്തിനാ ബ്രോ വെറുതെ വള്ളി പിടിക്കണത്? ഈ ടൈമിൽ വള്ളി പിടിക്കാൻ പോകുന്ന അപ്പൊ ഞാൻ പറഞ്ഞു, അവൻ പറഞ്ഞു എടാ ഞാൻ വള്ളി പിടിക്കൂടെ, ഞാൻ നിന്നോടും വള്ളി എടുക്കൂടെ, നിനക്കെന്താടാ പ്രശ്നം, നിനക്കെന്താടാന്ന് വെച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു. ഞാൻ തിരിച്ചു പറഞ്ഞു ബ്രോ ഈ ടൈമിൽ എടുക്കാൻ പാടില്ല. അപ്പൊ ഇപ്പൊ വീണ്ടും ഈ ലൂപ്പ്, ഞാൻ വള്ളി എടുക്കും, നീ ഏതാടാ, അങ്ങനെയൊക്കെ സംസാരം. അപ്പൊ ഞാനും തിരിച്ച് കൊണച്ചെണ്ണ വേണം, കൊണേ ഇപ്പൊ ഇവൻ നേരെ എന്നെ തന്തയ്ക്ക് വിളിച്ച് തേർ വിളിച്ചെണ്ണ. ഒരു തന്തയില്ലാത്തവൻ എന്റെ തന്തയ്ക്ക് വിളിച്ചപ്പോ എനിക്ക് അർട്ടായി. പക്ഷെ ഇത് കഴിഞ്ഞിട്ട് എനിക്ക് അർട്ടായത് അണ്ണ, അവന് അണ്ണനെ പറഞ്ഞു. അതെനിക്ക് അർട്ടായി. എന്നെ എന്താ പറഞ്ഞത്? കോമൺ വേർഡ്. ഓക്കെ ഗണ്ണെടുക്കട്ടെ അണ്ണ. ഞാൻ സത്യം പറയട്ടെ അണ്ണ, അയ്യോ സത്യം പറഞ്ഞാൽ നമുക്ക് ഒരു ടീഡിയം കളിക്കണ സുഖം പോലും കിട്ടത്തില്ല അവന്മാരടിക്കാൻ. കണ്ടി ഗ്യാങ് ഏറ്റവും വലിയ. ഹലോ മോളെ, എനിക്ക് മനസ്സിലായി മീനുട്ടി. ഞാൻ വേറെ എന്റെ നമ്പർ പോയായിരുന്നു, എന്റെ ഫോൺ പോയപ്പോ എനിക്ക് മിസ് ചെയ്തു മീനുട്ടിയെ. ഞാൻ കൊറേ തപ്പി. ആ എനിക്കും മിസ് ചെയ്തു മീനുട്ടീനെ. ബാലമാമനാണോ നമ്പർ തന്നേ? ആരാ ലോലമാമനോ? അയ്യോ, ഞാൻ മീനുട്ടിയുടെ നമ്പർ സേവ് ചെയ്യാം. മാമൻ ഇപ്പൊ വിളിക്കാവേ മീനുട്ടിയെ, ഒരു 5 മിനിറ്റ്. ഞാൻ അങ്ങോട്ട് വിളിക്കാം മോളെ. ആഷിന്റെ 10 വർഷം എന്നിട്ട് ബാക്കി അണ്ണ. എന്നിട്ട് അവൻ പറഞ്ഞ് എടാ പിന്നെ 2 വട്ടം നിന്നെയൊക്കെ അടിച്ചുറക്കിയതല്ലേ എന്നൊക്കെ പറഞ്ഞു. 2 വട്ടം അടിച്ചുറക്കിയോ? ആര്? അവൻ ഇവൻ പേര് പറയാനുള്ള അണ്ണ. ഇവന്മാരുടെ നമ്മള് സിറ്റുവേഷൻ പോലും ഉണ്ടായിട്ടില്ലല്ലോ. 2 വട്ടം അടിച്ചുറക്കിയതല്ലേ. എന്നിട്ട് ഇവൻ പറഞ്ഞത് എന്റെ അടുത്ത് T47 അണ്ണ ഇവൻ പറഞ്ഞത്. എന്നിട്ട് പറഞ്ഞ് അവന്റെ പേരെന്താന്ന് വെച്ചപ്പോ താമു പി എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പയ്യൻ നേരെ സംസാരിച്ചിരിക്കാൻ പറ്റാത്തോണ്ട് നേരെ സിറ്റിയിൽ നിന്ന് ഇറങ്ങി. അപ്പൊ നോക്കുമ്പോ DX എന്തായിരുന്നു അവന്റെ പേര്? സ്വന്തം ഗ്യാങ്ങിന്റെ പേരും ക്യാരക്ടർ പേരും പോലും പറയാൻ ധൈര്യമില്ലാത്ത കണ്ടികളോടൊക്കെ സിറ്റുവേഷൻ എടുക്കേണ്ട ഗതികേട് ടിവിക്ക് ഉണ്ടോ? ഇല്ല അതാണ് സത്യം പറഞ്ഞ. എടാ അറ്റ്ലീസ്റ്റ് ലൈക്ക് അടിച്ചിട്ടിട്ട് പറയണമാര് പറയുമ്പോ പിന്നെ കേൾക്കാം. അതാവുമ്പോ തിരിച്ച് കൊടുക്കാൻ ഒരു ഇത് വരും. ഇത് സ്വന്തം ഇതുപോലെ പറയാൻ ഇതില്ലാത്തവന്മാരുടെ അടുത്തൊക്കെ പോയിട്ട് എന്ത് പറയാനാണ്? അവനവന്റെ സ്വന്തം ഗ്യാങ്ങിന്റെ പേര് പറയാൻ അത്രയ്ക്ക് ആ ഗ്യാങ്ങിലുള്ള മെമ്പേഴ്സ് അത്രയ്ക്ക് ഊമ്പന്മാരായിട്ടല്ലേടാ അവൻ ആ വിശ്വാസം ഇല്ലാതെ പോയത്. അടി കിട്ടുമെന്ന് നിന്നെന്തേലും പറഞ്ഞാൽ തിരിച്ചടിക്കാൻ 4 ആമ്പിള്ളേരുള്ള ഗ്യാങ് ആണെങ്കിൽ ഏതവനാണേലും പേര് പറയും. തല്ലുള്ളിലാണെങ്കിൽ പോലും പേര് പറയും. അവന്റെ കൂടെ ഇറങ്ങി അവനെ തല്ലിയ ചോദിക്കുക ഇറങ്ങി വരാൻ 4 പേര് കൂടെ ഉണ്ടെന്നൊരു വിശ്വാസം ഉണ്ടെങ്കിൽ ഏതവനാണേലും എത്ര ചെറിയ ഗ്യാങ് ആണേലും അവന്മാര് പേര് ഗ്യാങ്ങിന്റെ പേരും ക്യാരക്ടർ പേരും പറയും. അല്ലാതെ സിറ്റിയിൽ മറ്റേ നമ്മളെ തോപ്പിച്ചെന്ന് പറഞ്ഞ അവന്മാരുടെ പേര് പറയണതാണ് കാര്യം. അവന്റെ അത്രയും കണ്ടിയെ ഊഹിക്കാന്നല്ലേ ഉള്ളൂ. പിടിച്ചോണ്ട് വന്ന അവന്റെ അണ്ടിയൊക്കെ വെട്ടിക്കള. സിറ്റിയിലുണ്ടോ അവന്മാര്? നമുക്ക് തല്ലിയാലും എടുത്തിട്ടുണ്ടോ? അവന്മാരാകെ കുറച്ചു പേരുള്ള. നമുക്ക് അണ്ണ എന്താ പറയുന്നേ, ചേട്ടന്മാര് വരുന്ന പറഞ്ഞിട്ട് ഒരു ഗ്യാങ് ഉണ്ട്. ചേട്ടന്മാര് വരുവാടാ, എന്റെ ചേട്ടൻ വരുവാടാ. അതാരാ? അണ്ണ എന്റെ നമ്മുടെ സാവേജിനെ കക്കൂസ് കഴിപ്പിച്ചവര് ആരായിരിക്കും? HF ആ ചേട്ടന്മാര് വരുമോ? ഏത് ചേട്ടന്മാര്? ഓ അന്ന് ഓസ്ട്രേലിയപ്പോഴേ അവൻ പറഞ്ഞ റൗത്തർ ശശി വരുവാടാ എന്റെ ചേട്ടൻ. സാവേജിനെ കൊണ്ടായിട്ട് ഇവന്മാര് പിന്നെ സിറ്റി കയറിയിട്ടുണ്ടായില്ലേ. ഞാൻ വേറൊരു കാര്യം പറയട്ടെ, അവന്മാര് മറന്നോ ഇത്ര പെട്ടെന്ന് വീട്ടിൽ കയറി തല്ലിയതൊക്കെ? ഞാൻ പറയട്ടെ, അവന്മാർക്ക് ഇനി തല്ലുകൊള്ളാൻ നമ്മുടെ ഗ്യാങ് ഹൗസിൽ തല്ലുകൊണ്ടല്ലേ വന്നിട്ട് മേടിച്ചില്ലെന്ന്. അവന്മാർക്ക് ഇനി തല്ലുകൊള്ളാൻ സത്യം പറഞ്ഞാൽ ഈ സിറ്റിയിൽ സ്ഥലം ബാക്കിയില്ല. അവന്മാര് ലിറ്ററലി HF അടിച്ചിടാത്ത ഒരു സ്ഥലം ബാക്കിയില്ല. ഇനി നമുക്ക് വെളിയിൽ വേണം വിളിച്ചുകൊണ്ട് പോയിട്ട് അവിടെ ഇട്ടതല്ല. അല്ലെ അവന്മാർക്ക് നമുക്കും ബോറടിക്കും. അവന്റെ ചേട്ടൻ പോയിട്ട് അവന്റെ അച്ഛൻ വന്നിട്ട് നമ്മളെ തല്ലാൻ പറ്റിയിട്ടില്ല, പിന്നല്ലേ ഇനി ചേട്ടൻ വന്നിട്ട്. ഇപ്പൊ നമ്മുടെ കൂടെ ഇരുന്ന് പറയുന്ന ആളെ തമ്പിയേട്ടനെ തല്ലിയിട്ടുണ്ട് ബാക്കിൽ. പിന്നെ അത് ഉറപ്പാ. ലീഡർ വരെ വേറെ ഗ്യാങ്ങിൽ പോയില്ലേ അവന്മാരുടെ? ലോലന്റെ പിന്നെ ലോലന്റെ പറയുന്നല്ലേ എത്ര നാൾ പറഞ്ഞിരുന്നത്. ഇപ്പൊ ലോല വേറെ എവിടെയാണ്? ഇപ്പൊ SR അല്ല
സീനില്ല സീനില്ല. ഇവന്മാർ എത്ര പേരുണ്ട് സിറ്റിയില്? രക്ഷപ്പെടാ അല്ലല്ലല്ല മറ്റേ അവര് 4 അയ്യേ 4 പേരെ പിടിച്ച് തല്ലിട്ട് എന്ത് കിട്ടാനാടാ നമുക്ക്? ഇല്ല HF ആയിട്ട് സിറ്റുവേഷൻ നമുക്ക് അങ്ങോട്ട് പോയി എടുക്കണ ഇപ്പൊ ഒന്നും ഇല്ലല്ലോടാ, കഴിഞ്ഞില്ലേ അത്? ഇങ്ങോട്ട് വരും, ഒന്നും ചെയ്യണ്ട. നമ്മളൊന്ന് ഗ്യാങ് വണ്ടിയൊക്കെ എടുത്ത് മുതുക്കി, നമ്മള് ഗ്യാങ് വണ്ടിയൊക്കെ എടുത്ത് മുതുക്കി പോയിരുന്ന വന്നോളും. അവർ ഇന്നാണ് ആള് കയറിയിരിക്കണത് തന്നെ. അല്ല എന്നാലും അത് ശരിയാ. സാവേജിനെ കക്കൂസ് കഴിയിട്ട് പിന്നെ നമ്മുടെ അന്ന് സിറ്റി നോങ്ങിയതാ കയറുന്നത്. ഇല്ല എന്നാലും നമ്മളെ ആൾക്കാരല്ലല്ലോ, എത്ര പേരല്ലേ ഉള്ളൂ? നമ്മൾ ഇത്ര പേരെ വെച്ച് എന്ത് ചെയ്യാനാ? പക്ഷെ സാവേജിനെ കക്കൂസ് കഴിപ്പിച്ചെന്ന് പറഞ്ഞാൽ നമുക്ക് സിറ്റുവേഷൻ എടുക്കാൻ പറ്റത്തില്ലടാ. ഇത്രയും ദിവസമായി ഇല്ല അണ്ണ, നമ്മൾ കഴിപ്പിച്ചിട്ടാണ് അവന്മാര്. നമ്മൾ കഴിപ്പിച്ചതിന് ശേഷമാണല്ലേ അത് കഴിഞ്ഞിട്ടാണ് ഒരുത്തൻ സിറ്റി വന്നായിരുന്നു, മറ്റേ ജയിലി ചാർലി എന്ന് പറയണം. അപ്പൊ ഞാൻ കണ്ടപ്പോ അവനൊക്കെ മുതുക്ക് ബീച്ചില് ഞാൻ പോയി പേര് ചോദിച്ചപ്പോ ഇവനെടുത്ത് ഓടിയണ്ണ ഞാൻ അടിച്ചു വന്നത്. എന്തൊക്കെ തരം പിള്ളേരാണുള്ള. നമ്മളെ കിട്ടിയില്ല തമ്പിയേട്ടൻ പോകുന്ന ഉറപ്പാ. അത് ചോദിച്ചൊന്നും നീയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് എന്തായാലും വരൂലടാ അവന്മാര്. തമ്പിയേട്ട HF പറ്റി വല്ല പറയാൻ വല്ലതുണ്ട്? ഞാൻ അറിയാണ്ടെന്ന് പറഞ്ഞാണ് എന്നെ അവർ കൊണ്ടുപോയത്. എന്ത് പറഞ്ഞു നീ? ആട്ടെ ഓറ ഈ നരകനായി എന്ന് വിളിക്കുന്ന എനിക്കറിയില്ല. ഞാൻ നാട്ടുകാരെ മൊത്തം നരകനായി എന്നാ വിളിക്കല്. ഓറ കളിയാക്കിയെന്ന് വെച്ചാൽ ഓറ എന്നെ കൊണ്ടുപോയി. നരകനായി എന്ന് പറഞ്ഞാ ഈ HF-നാണ് ഈ കൺസെപ്റ്റ് കോമൺ ആയിട്ട് പറയുന്നത്. നമ്മള് നായ്ക്കൾ എന്നൊക്കെ പറയുമ്പോ നരകനായി എന്ന് പറയുന്നേ, അതുപോലെ പറഞ്ഞത്. ഓ അങ്ങനല്ലേ? അത് ഈ ഇവന്മാര് ഇതാ നമുക്ക് അറിഞ്ഞൂടാ. നമ്മളവന്മാരെ കളിയാക്കാൻ വേണ്ടിട്ടേ നരകന്തി നരകന്തി എന്ന് വിളിക്കാറുണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കും പെട്ടെന്ന് അവര് നരകം കേട്ടപ്പോ നിന്നെ കൊണ്ടുപോയത്. അതുകൊണ്ടാണ്. സത്യം. ഓ അതോടെ എന്തെങ്കിലും ചെയ്തോ അതിന്റെ? എന്നെ ഓരോ ഷട്ടിപ്പുറത്ത് ഇടിച്ച് പാട്ടൊക്കെ പാടിപ്പിച്ച് എന്നിട്ട് ഞാൻ ആളെന്താക്കി സ്ലാപ്പൊക്കെ ഇട്ടിട്ട് അവര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയായി. പിന്നെ ഞാൻ മറ്റേ ഇമോട്ട് ഇട്ട് കൊടുത്തു സ്ലാപ്പിന്റെ. കിട്ടിയില്ല. അയ്യോ ഇവൻ പാലക്കാട് സ്ലാങ്ങാടാ ചെയ്യണേ. നല്ലൊരു RP ക്യാരക്ടറാ, സത്യം പറയാലോ. നല്ലൊരു RP ക്യാരക്ടറാ ഇവൻ. നല്ലൊരു RP മെറ്റീരിയൽ ആണ്. ഇവൻ പറയാതിരിക്കാൻ വയ്യ എനിക്ക്, സത്യം പറയാം. ഇവൻ നമ്മുടെ സിറ്റുവേഷൻ ഒന്നും ഇടയ്ക്ക് കയറി ഇന്റർഫിയർ ചെയ്യാറില്ല, അറ്റൻഷന് വേണ്ടി പുറകെ വരാറില്ല. മനസ്സിലായ? അവൻ നമ്മുടെ ലൈവിലൊക്കെ വരാറുണ്ട്, പക്ഷെ നല്ല RP ക്യാരക്ടറാ. എന്ത് വല്യമോന് ഭയങ്കര വിഷമാ. ഇങ്ങനെ കൈ ധരിക്കും അവിടെ ഇരുന്നു. എവിടെ ഇരിക്കണം കണ്ടില്ലേ? അതുകൊണ്ടാ പണ്ട പഠിക്കാൻ വിട്ടപ്പോഴും നീ ബാക്ക് ബെഞ്ചിൽ ഈ കൊണ കാണിച്ചതിന്റെയാണ് ഇവിടെ ഇപ്പൊ ഇങ്ങനെ രാത്രി ഇങ്ങനെ കുത്തിയിരിക്കണത്. മനസ്സിലായ? മടിയ അവനങ്ങ് ഓപ്ഷൻ കാണിച്ച് കിടക്കാനുള്ള അപ്പൊ എന്താ ചെയ്യാ? നമുക്ക് അങ്ങ് മുതുക്കിലോട്ട് പോയാലോണ്ണ. എന്നാ പിന്നെ വാ. അപ്പോഴേക്കൊരു പള്ളി ആരെങ്കിലും വന്നോളൂ. എല്ലാരും ഞങ്ങൾ സ്കൂളിനോട് ഡ്യൂട്ടി കഴിഞ്ഞാ ഇപ്പത്തെ അമ്പത്തൂരിന്റെ അണ്ടി പോയ അണ്ണാനാണ് സത്യം. അല്ല ഞങ്ങൾ സ്കൂളിൽ നിന്ന് ഇറങ്ങുവാ. നീ മുതുകിലോട്ട് വാ. ഇതെന്താ നമ്മുടെ ബാക്കിന്ന് ഏതൊക്കെ ബോഡീസ് ഒക്കെ പോയി. ആട്ടനെയും കൂടെ കേറ്റിക്കോ. ആട്ടൻ നടന്നു ആരെയും ക്യാരി അടി. ഞാനും പറ്റേ. ഹലോ അവനെ കേരടി എന്നെ ഒന്ന് കേറി പിടിക്ക്. പിടിച്ച് വാ കേറ്. എന്തിനുണ്ടി ഞാൻ വില്ലു നിങ്ങക്ക് 2 തോള മൂക്കയക്കുന്ന തമ്പിയേട്ടാ. അത് എന്റെ അല്ല, ഡ്രൈവറിന്റെയാ, കെവിന്റെയാ. 50 വയസ്സുണ്ട് പുള്ളിക്കൊന്ന്. 50 വയസ്സാ? പാർക്ക് ചെയ്യുമ്പോ നാരദനാ. അവ കൊച്ചിറക്കണം തോണവൻ. HF-നാണ് ഈ കൺസെപ്റ്റ് നടക്കണേ.
അല്ലാണ്ട് അവന്മാര് സിറ്റിയിൽ ഇത്ര പേര് കയറേണ്ട ആവശ്യമില്ലല്ലോ. ഉള്ളിമോനെ എക്സാക്ട് കണ്ട ഇത് മറ്റേ പയ്യനാണ്. ജെംജി മത്തായ ആര്? പോപ്പൈ അണ്ണൻ. പോപ്പൈ അണ്ണനാ എക്സാറ്റിലെന്താ? മാരേജ് കഴിഞ്ഞാൽ 2 പിള്ളേരുണ്ടാവും. ആട്ടാ പിന്നെ ജീവിതമൊക്കെ എങ്ങനെയുണ്ട്? ഓ ഇതൊക്കെ എന്താ പറയുന്നത് അടിപൊളിയാണ്. ആ നന്നായിട്ട് പോകുന്നുണ്ട്. എനിക്ക് ഡ്രസ് ഒന്ന് മാറണമായിരുന്നു. നമ്മുടെ ഗ്യാങ് ഡ്രസ് ഉണ്ടാ ഗ്യാങ് ഡ്രസ് ഇടണ്ടെങ്കിൽ നമുക്ക് ഇതിന് പോവാം. ഹെൽമെറ്റ് വെച്ചാ മതിയാണ. ഇല്ലല്ല ഹെൽമെറ്റ് ഒന്നും ഇല്ല എനിക്ക് കേട്ടാ. അതൊന്നും ഒരു വിഷയമുള്ള കാര്യമാണോ? ഇല്ലല്ല പോട്ടെ 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 നേരെ പോട്ടെ. അണ്ണൻ ചെയ്യണേ കൊറേ നേരമായി. പോടാ 10-35 വയസ്സുള്ള പുള്ളി. പാട്ടൊക്കെ വെച്ച് പോ ഗുമ്മായിട്ടൊക്കെ പോ. എന്തോ പാട്ടൊക്കെ ഒന്ന് കേവിയുടെ ഗ്യാങ് ഹൗസിനകത്തോട്ട് ഒന്ന് കയറ്റുവോ? നമുക്ക് ജസ്റ്റ് അവിടെ നിന്ന് അതൊന്ന് ജസ്റ്റ് അവിടെ നിന്ന് ഹാപ്പി നമ്മളെ വിളിച്ചായിരുന്നു. ഒന്ന് ബർത്ത്ഡേ ഒന്ന് ഇതാക്കിട്ട് പോവാം. ഇവിടെയാണ് ബർത്ത്ഡേ പരിപാടി. അല്ല എനിക്ക് തോന്നുന്നുണ്ട് ഗ്യാങ് ഹൗസിലാന്ന്. കേറി ഒരേല് വെച്ചിട്ട് പരിപാടി നടക്കൂല. ആ എവിടെ നടക്കും? ആരും ഇല്ല ഇവിടെ. ഉറപ്പാണോ? ഓ എന്നാ തിരിച്ചോ തിരിക്കാൻ ഇവിടെ ലോക്കർ പോകുന്നവര് ഡീവൻ എല്ലാം അറിയാം കേട്ടാ. കുഴപ്പമില്ല ഇതൊക്കെ കെവിൻ. ഇതൊക്കെ നമ്മളെ സെക്കൻഡ് ഫോം അല്ലേ അണ്ണ? അതെ 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 ആ മൂലയിൽ കൂടെ പോയ ഇപ്പൊ വെച്ചടിക്കും. അപ്പൊ പറയണോട്ടെ ടോർച്ചർ റൂമിൽ പോണെങ്കിൽ അങ്ങ് അറ്റത്തിൽ കൂടെ പോയാൽ നമ്മുടെ മുതുക്കിലോട്ട് വന്നടാ. ഞാൻ കൊറേ നാളായി നിങ്ങളുടെ സിനിമയെ പറ്റി വാസന്റെ അടുത്ത് പറഞ്ഞത്. ബാസേട്ടാ എന്റെ നമ്മളൊരു പടം ഇറക്കുന്നുണ്ട്. അതിന് നിങ്ങളൊരു ബിസിനസ് ഒക്കെ പറഞ്ഞു തരണം എനിക്ക്. ഓ ഓക്കെ ഓക്കെ. എന്ത് പടം? നമ്മളെ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ഉണ്ട് പ്രസാദേട്ടന്റെ ഭാര്യ എന്ന് പറഞ്ഞിട്ട്. അതിന്റെ അകത്ത് നമ്മള് 2ാമത്തെ പടം ഇറക്കാന്ന് ഞാൻ വിട്ട വെള്ളത്തിൽ വിളയാടും കുളന്തകൾ. എന്തൊരു പേര്! അപ്പൊ അതിന്റെ ഒരു ബിസിനസ് വേണം നിങ്ങളെ. ഞാൻ വിട്ട വെള്ളത്തിൽ വിളയാടും കുളന്തകൾ. നമ്മള് 2ാമത്തെ ജുഗുറുവിന്റെ കഥ. ഹലോ ഹലോ താരാ? നന്ദുകൂട്ട ഞാൻ ഒരു സിറ്റുവേഷനിലാണ്. നന്ദുകൂട്ട ഞാൻ വിളിക്കാവേ. ഓടുന്നു. എന്നാ 2ാമത്തെ ഒരു സിനിമയുണ്ട് അതും പറഞ്ഞോട്ട്. അല്ല ഇത് 2ാമത്തെ. ആദ്യത്തെ സിനിമ ഇറങ്ങി. ആദ്യത്തെ അതോ ആദ്യത്തെ സിനിമയുടെ പേരെന്ത്? ലിറ്റിൽ ലഗേജ് മോർ കംഫർട്ട്, അഥവാ ചെറിയ സാമാനം പെരിയ സുഖം. ഇതൊക്കെ ശരിക്കും തുണ്ടുപടമാണോ ഇതൊക്കെ? അല്ല ഇത് ഗ്രാമീണ പശ്ചാത്തലത്തില് കുറെ വിഷമങ്ങൾ പറയുന്ന സിനിമയാണ്. ഇതൊക്കെ എല്ലാവർക്കും ഫാമിലി ആയിട്ട് കാണാൻ പറ്റുന്ന പടമാണോ? പിന്നെ ഫാമിലി ഉണ്ടാക്കുന്ന പടം ഇത്. കണ്ണടിച്ചു പോയിട്ട് നല്ല ഇനി നമ്മള് നല്ലതാ. രാവിലെ പകലായ ഡീസന്റ് ആണ്. വണ്ടി ഇതില്ല കെവിനെ ലോലൻ കിടന്ന് ഓടുന്നുണ്ടായിരുന്നല്ലോ. ലോലൻ രാത്രി വിഷയത്തെ കാണാൻ വന്നേക്കോ കുടിഞ്ഞിരിക്കുന്നു. അതല്ല ഇത് ഓടുന്നത് ലോല പുറകെ ഓടി അങ്ങ് മെഴുകുന്നല്ലോടാ നീ അങ്ങ്. നീ പുറകെ പെണ്ണുങ്ങളുടെ പുറകെ ഓടി അങ്ങ് മെഴുകണല്ലോ നീ ഇവിടെ. ഇല്ലല്ല ഞാനൊരുത്തരെ വണ്ടി അടിച്ചിട്ട് തപ്പിക്കൊണ്ടിരിക്കുന്നു ഇവിടെ. പെണ്ണല്ലേ ജങ്കൂക്കായിരുന്നു. അത് സാവേജ് ചേട്ടന്റെ. സാവേജ് ഉണ്ടോ ഇവിടെ? ഇല്ല ജങ്കുക്ക് സാവേജ്. സാവേജ് 2 മണിയാകുമ്പോ വരും. ഇപ്പൊ എല്ലാരും ആ സമയത്താ വരുന്നത് ഞാൻ അറിഞ്ഞ്. ഡീമൺ അടക്കം. അതെ 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 അതെ. ഞാൻ എപ്പോഴും ഉണ്ടല്ലോ. ഈറക്കപ്പ് രാത്രിയാണ് വിളയാട്ടം. മീനുകുട്ടി അയ്യോ മീനുകുട്ടി
എന്തെടുക്കുക? ഒരു മിനിറ്റ് മീനുക്കുട്ടി. ഇതെന്താ എന്റെ കയ്യിൽ നിന്ന് ഫോണ് പോകുന്നില്ല. വന്നേ മീനുക്കുട്ടി. എന്ത്? ആർക്കാ? അയ്യോ എനിക്ക് മീനുക്കുട്ടിയെ ഭയങ്കരമായിട്ട് മിസ് ചെയ്തു. ഞാനും മീനുട്ടി വരുമ്പോഴൊക്കെ നോക്കാറുണ്ട്. മീനുട്ടിയെ കാണാറില്ല. ആ നമ്പർ മാമന്റെ കയ്യിൽ നിന്ന് പോയി. ആ ഇതാ എന്റെ പുതിയ നമ്പർ. ഇതാകുമ്പോ മീനുക്കുട്ടിക്ക് ഓർത്തിരിക്കാലോ. 3333 മൊത്തം 3 4 വട്ടം 3. ആ ഇനി അഥവാ മീനുട്ടിയുടെ ഫോൺ പോയാലും പെട്ടെന്ന് ഓർക്കാലോ. 3333. ആ അത്രേ ഉള്ളു. എങ്ങനെ പോകുന്നു മീനുട്ടിയുടെ കാര്യങ്ങളൊക്കെ? ഞാൻ ഫുഡ് കഴിച്ചു. മീനുട്ടി ഫുഡ് കഴിച്ചോ? മീനുട്ടിക്ക് ഞാൻ ഒരു ചിക്കൻ ലോലിപോപ്പ് തരാം. മീനുട്ടി ഇത് കഴിച്ചോ. പിന്നെ എന്തൊക്കെയുണ്ട് മീനുട്ടി വിശേഷം? സുഖാണോ? എന്താ കാര്യം? അയ്യോ അങ്ങനെ പറഞ്ഞോ അമ്മമാര്? ഞാൻ ചോദിക്കണോ? എന്നിട്ട് പറയാ മീനുട്ടി നമ്മുടെ ജീവിതം കൊളാക്കി കൊടുക്കണം. അയ്യോ ഇവരൊക്കെ ദുഷ്ടന്മാരാ മീനുട്ടി. ഇവർക്കൊന്നും എന്റെ കൂട്ട് ഒരു മനസ്സലും ഒന്നും ഇല്ലാത്ത പിള്ളേരാണ്. മനസ്സിലായ? ഇവന്മാർക്കൊന്നും ഒരു ദാക്ഷിണ്യമില്ല ഇവന്മാർക്കൊന്നും. അതാണ് പ്രശ്നം. ഞാൻ ചോദിക്കാവേ. മോളുടെ മുമ്പിൽ വെച്ച് ഞാൻ ദേഷ്യപ്പെടത്തില്ല. ഞാൻ മോള് പോയിട്ട് ഞാൻ ഇവരുടെ അടുത്ത് ചോദിക്കാം കേട്ടാ. അത്രേ ഉള്ളു. എല്ലാത്തിനും ശരിയാക്കി കൊടുക്കാവേ. ഒരു മിനിറ്റ് മോളെ. ആ പറ. ഞാൻ പാട്ട് പാടിത്തരാം. ഇന്ന് ഉറപ്പായിട്ട് മെയിനോട് പാടി. ഇപ്പൊ വരാം. ഒരു മിനിറ്റ് മെയിനോട്ട്. ഇതാ ഇപ്പൊ വരാവേ. ഒരു സെക്കൻഡ്. ഹലോ ഉസ്മാനെ, എവിടെ ഉണ്ട്? ഞാൻ സൂപ്പർ മാർക്കറ്റില്. അവിടെ എന്താ പരിപാടി? അവിടെ ബർഗർ ഷോട്ടിലോട്ടുള്ള ബണ്ണ് വാങ്ങാൻ പോന്നാ. ബർഗർ ഷോട്ടിലെ ബണ്ണ് നീ എന്തിനാ മേടിക്കണേ? ഞാൻ അവിടുത്തെ പണിക്കാരനാ. നീ അവിടെ ജോലിക്ക് കയറിയ? എന്താ പണി നിന്റെ? അവിടെ പിസ്സ ഉണ്ടാക്കല്. പിസ്സയും ബർഗറും. എത്ര ശമ്പളം? ശമ്പളം പറഞ്ഞല്ല. ശമ്പളം പറഞ്ഞല്ല. ഒരു വണ്ടി മേടിച്ചു തന്നുണ്ട്. വണ്ടി മേടിച്ചു തന്നല്ലേ? എങ്ങനെ പോണു ജീവിതമൊക്കെ? ജീവിതം സുഖമായിട്ട് തന്നു. സാവേജ് ഒരു വണ്ടി വാങ്ങിച്ചു തന്നു എനിക്ക്. തന്നോ? കാര്യങ്ങളൊക്കെ നടന്നുണ്ടോ? കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ട്. ആണല്ലേ? അണ്ണ എവിടെയാ? ഞാൻ ഇവിടെ പുതുക്കൽ ബീച്ചില്. ഞാൻ എന്നാ ഇപ്പൊ തന്നെ വരാം. ആയിക്കോട്ടെ. ഇവിടെ ബീച്ചിലുണ്ടാവും. ഓക്കെ. പിന്നെ ഉസ്മാനെ വന്നിട്ട് പറയാം. ഗൈസ് പാവം ചെറുക്കനാ ഗൈസ്. നിങ്ങളിങ്ങനെ വെറുതെ അവന് ഇത് ഹെയ്റ്റ് കൊടുക്കല്ലേ ഗൈസ്. ചുമ്മാ പാവം ചെക്കനാടാ അവൻ. ചില ആൾക്കാർക്കുണ്ടല്ലോ, അവർക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ സിറ്റിയിൽ കാണുന്നതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഒക്കെ ഉണ്ടാവും. മനസ്സിലായ? ചിലപ്പോ അതിന്റെ പേരിലായിരിക്കും അത് അവർ എക്സ്പ്രസ് ചെയ്യുന്നത് അങ്ങനെ.
പക്ഷെ അവൻ അത്രക്ക് ഡ്രാസ്റ്റിക് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എന്താടാ പറയൂ. നമ്മളൊന്ന് മുട്ടാന്ന് പറഞ്ഞായിരുന്നു. മച്ചാനെ നീയാ മറന്നോ? അന്ന് മറക്കാനാ നിന്നെ. നമ്മളത് കണ്ടല്ലോ, ഓർമ്മയില്ലേ നമ്മളവിടെ സംസാരിച്ചത്? ഇങ്ങോട്ട് വന്നേ. അപ്പേരെന്ന് പറഞ്ഞേ വെടിമറ ചൂടനാ. പിന്നല്ലാതെ അന്നതല്ല ഗോസ്മർ. അത് തന്നെ. അന്ന് നമ്പർ തരാന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് ഓടിയേ. പുതിയ നമ്പർ നമ്മൾ ഇപ്പഴല്ലേ എടുത്തത്. നമ്പർ ഇങ്ങോട്ട് താട്ടി ഇങ്ങോട്ട് തരണു. വെയിറ്റ് ചെയ്തേ. എടുക്ക അങ്ങോട്ട്. പുതിയ നമ്പർ എടുത്തില്ലേ നമ്മള്? കിടക്കാച്ചി നമ്പർ നിന്നെ കാണിക്കുന്നില്ലല്ലോ, ഷെയർ ചെയ്യാൻ പറ്റണില്ല. അയ്യോ അത് കണ്ണ് ഷെയർ ചെയ്യണോ? അതല്ല രസം. വന്നോ? പോയോ? അണ്ണൊരു വന്നില്ല. നീ എന്റെ അടുത്ത് കുറച്ച് മാറി ഇങ്ങോട്ട് വാ. അവിടേക്ക് പാട്ട് വന്നോ? അയ്യോ എന്റെ ഫോൺ. അണ്ണ സുഖല്ലേ? പിന്നെ അല്ലാതെ ഇവിടെ പരിപാടി ഗോസ്മർ 7. പിന്നെ നിന്നെ ഞാൻ മറക്കുവോ? ഉറക്കത്തിൽ പോലും ഞാൻ ഗോസ്മർ എന്ന് പറഞ്ഞല്ലേ എണ്ണിക്കുള്ളൂ. GX അത്ര GX എന്ന് വിളിച്ചാ മതിയോ നിന്നെ? അല്ല കാരണം സ്നേഹമുള്ളവരെങ്ങനെയാണ് വിളിക്കാറ് വെറുതെ. അപ്പൊ അന്നൊക്കെ പറഞ്ഞ നമ്മ സ്നേഹത്തിന്റെ ബന്ധാണല്ലേ. പിന്നെ വിളിച്ചിരിക്കും നിന്നെ നമ്മ GX എന്ന് വിളിക്കാൻ ഞാൻ. GX പിന്നെ ഉറപ്പായിട്ട് GX തെറ്റല്ലേ? പിന്നല്ലാതെ ഹലോടാ. പരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ നമ്മ പറഞ്ഞിട്ടാ. പിന്നെ എന്തുണ്ടല്ലോ ഞാൻ വിളിക്കൂലേ GX-നെ. തിരിഞ്ഞു പോലും നോക്കൂലേ? ഉറപ്പായിട്ടും നിനക്കൊരു പ്രശ്നമുണ്ട്, ഞാൻ വരൂല GX. വരുവോ? പിന്നെ നാളെ നിന്നെ സിറ്റിയിൽ എടുത്തും തൊട്ട എന്നെ ഒന്ന് വിളിച്ചു നോക്ക്. പറഞ്ഞെത്തൂല ഞാൻ എന്റെ പിള്ളേരും. പിന്നല്ലാതെ സിറ്റി കത്തിക്കൂല നമ്മള്. പിന്നെ അത് ശരിയാ. അല്ലാതെ സിറ്റി കത്തുന്നുണ്ടല്ലേ? ഞാൻ അവരുടെ അടുത്ത് സംസാരിച്ചിട്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ പോയിക്കോളൂ. എടാ ഇവന് നല്ലൊരു ക്യാരക്ടർ. എന്തോ കേട്ടില്ല? നമ്പർ മറ്റേത് പറഞ്ഞ എങ്ങനെ അറിയാ? കിട്ടിയ ഓക്കെ. പറയടാ അണ്ണാ കൊച്ചെന്നെ ബ്രോ എന്ന് വിളിച്ചണ്ണാ. പിന്നെ എന്തൊരു സിസ് എന്ന് വിളിക്കണായിരുന്നോ? പിന്നെ നിന്നെ എന്തിനാ സിസ്റ്റർ വിളിക്കണായിരുന്നോ? ബ്രോയോ ബ്രദർ സോൺ ആക്കി എണ്ണ പരിചയപ്പെട്ടപ്പോ തന്നെ. അത് ചോദിക്കാം. ഹലോ അമ്പത്തൂരിന് ഡാർലിംഗ് എന്ന് വിളിക്കുന്ന അമ്പത്തൂരിനെ ഉസ്മാനെ. ഉസ്മാനെ ഒരു മിനിറ്റ്, ഞാൻ കെവിന്റെ പ്രശ്നം ഒന്ന് സോൾവ് ചെയ്തിട്ട് ഇതാ വരുന്നത്. അമ്പത്തൂരിനെ എന്തിനാ ഡാർലിംഗ് എന്നാ വിളിക്കുന്നത്? തോന്നട്ടാ ഞാൻ ചോദിക്കാടാ. മുത്തുപാണ്ഡ്യൻ അമ്പത്തൂര് വരെ ഏതോ അണ്ടി ഫാക്ടറി ഉദ്ഘാടനം ചെയ്യാൻ നിൽക്കുവാന്ന് പറഞ്ഞു വിളിച്ചപ്പോ. ഇതാ കൊച്ച് എന്റെ കുട്ടി ഒന്ന് വരുമോ? വരാല്ലോ ചേട്ടാ. കുട്ടി ഇപ്പൊ പറഞ്ഞ അണ്ടി ഫാക്ടറി എന്റെ ആണ്. അമ്പു പറഞ്ഞു അമ്പു അവിടെ എന്തോ ക്ലീനിങ്ങിൽ നിൽക്കുവാന്ന്. അവനാണ് ഉദ്ഘാടനത്തിന് കൊണ്ടുപോവാന്ന്. അവനാണ് ഞങ്ങളുടെ സ്റ്റോർ കറന്റ്ലി നോക്കി നടത്തുന്നത്. അവനാണ്. കുട്ടിയുടെ പേരെന്താണ്? എന്റെ പേര് നടാശ. നാദാശ നമ്മൾ പരിചയപ്പെട്ട ഓർമ്മയില്ലേ? ഓ എനിക്ക് ചേട്ടൻ അറിയാലോ. നാദാശയല്ലേ കഴിഞ്ഞ ദിവസം എന്റെ അടുത്ത് തിരുവനന്തപുരം ഭാഷയിൽ സംസാരിച്ചേ? അതെ അണ്ണാ. ഇന്നെന്താ സംസാരം മാറിയേ? അതെന്തരണ്ണ അങ്ങനെ ഒരു വർത്താനം? എനിക്ക് വരാല്ലോ. അണ്ണ ഇച്ചിരി എനിക്ക് സ്റ്റാൻഡേർഡ് വിട്ട് കളിക്കുന്ന എനിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് ചന്തയാവാണ്ട് മിണ്ടാതിരിക്കാന്ന് വിചാരിച്ചു. ഇതാണ് നിനക്ക് ചേരണേ. ഓ സത്യം.
ഏത് തിരുവനന്തപുരം? കെവിനെ എന്നാ പിന്നെ അണ്ണൻ ഇഷ്ടമുള്ള ഭാഷയെ ഞാൻ സംസാരിക്കും. പിന്നല്ലാതെ ഇവ വന്നിട്ട് നമ്മുടെ അടുത്ത് പരാതി പറയണ നീ ബ്രോന്ന് വിളിച്ചത്. ഏത് ഡാർലിങ്ങിനെയോ? കെവിൻ ഞാൻ അവനെ ഡാർലിംഗ് എന്നാണല്ലോ വിളിച്ചത്. എന്തിനാ നീ കള്ളം പറയണത്? അണ്ണന്റെ അതെന്നെ കവാല വിദ്യയിൽ ഒട്ടിച്ചളയും. കിടച്ചിലക്കലേട്ടാ ഞാൻ ചലച്ചില്ല ഏട്ടാ, പേടിപ്പിക്കുന്ന. എന്തിനാ വേല നീ കള്ളം പറയണ എന്റെ അടുത്ത്? അതെ മറ്റേ ആളാ കുട്ടിയെ കെവിന് കുട്ടിയുടെ അടുത്ത് ഇഷ്ടമുണ്ടെന്ന്. എന്നാ കുറച്ചു നേരം കൂടെ മാറിയിരി. കെവിനെ മാറി നിൽക്കുക. ഇല്ല കെവിന്റെ അടുത്ത് പറഞ്ഞ നിന്റെ ഇഷ്ടം പറഞ്ഞു. കണ്ട ഉടനെ എല്ലാരും ഇഷ്ടമാണെന്ന് പറയുന്നു. ഇത് എന്തിനു വർത്താനങ്ങൾ? ഇങ്ങനത്തെ അച്ചുകളെ എനിക്ക് കാണുന്നത് ഇഷ്ടമല്ല. എനിക്ക് ഇഷ്ടമില്ല. ഒരു പെണ്ണിനെ സംസാരിച്ച പറകി കൂടെ വന്നിട്ട് അവന് പെണ്ണുണ്ടോ കേട്ടോ, അവന് ആളുണ്ടോ കേട്ടോ. ഇത് എന്ത് മുത്തുപാണ്ടി? ഇതെന്റെ ബ്രദർ കേട്ടോ മുത്തുപാണ്ടി. വണക്കം വണക്കം. തമിഴ്നാട്ടിൽ എങ്ക ഇருக்கு? മുണ്ടൊക്കെ കൊടുത്തിരിക്കണ്. നമ്മള് കൊറേ നാളായിട്ട് പാന്റ് ഇട്ട് നടക്കണം. അപ്പൊ കുറച്ച് ദിവസം മുണ്ടെടുത്ത് നടക്കാന്ന് വിചാരിച്ച്. ചൂട് സമയല്ലേ എറഫളോ. അപ്പൊ എനിക്ക് ഈ സെയിം സാധനമാണ്. ഞാൻ ഇവന്മാരുടെ അടുത്തൊക്കെ പറയും, ഇവിടെ ഒരു പെൺകുട്ടി ഇമ്പ്രസ് ചെയ്യണത് നേരെ പോയി ഇഷ്ടമാണെന്ന് ചോദിച്ചു. അങ്ങനൊന്നും അല്ല. അവര് നമ്മൾ കുറെ നാളിങ്ങനെ സംസാരിച്ച് കൂടൊക്കെ നടന്ന് ആ ഒരു ഇഷ്ടത്തിന്റെ നാക്കിന്റെ പുറത്ത് വരുന്ന കാര്യങ്ങളൊക്കെ അല്ലേ അത്. അണ്ണൻ ഒറ്റയ്ക്ക് നടക്കാറില്ലേ? അണ്ണൻ എപ്പോഴും ഇങ്ങനെ ബോഡി ഗാർഡ്സ് ഉണ്ടല്ലോ. മാനസികമൊന്നുമില്ല ഒറ്റ കിടക്കാൻ. എവിടെ തിരിഞ്ഞാലും അണ്ണന് ബോഡി ഗാർഡ്സ് ആണല്ലോ. ഇതെന്താ ഗാങ് വല്ലതാന്നോ? സിറ്റിയിലെ ഒരു കിടിലൻ ഗാങ്ങിന്റെ ലീഡറായി പോയില്ലേ? അതേതാ ഗാങ്? ഈ സിറ്റിയിൽ ഏതൊക്കെ കിടിലൻ ഗാങ്ങിനെ അറിയാം കുട്ടിക്ക്? എനിക്ക് ടി വി അറിയാം, KV അറിയാം, പിന്നെ എന്റെ ചേച്ചിയുടെ PRS അറിയാം. ഇത് മൂന്നേ അറിയാം. ആദ്യം പറഞ്ഞ ഗാങ്ങിന്റെ ലീഡർ ഞാൻ തന്നെ. ഗാങ്സ്റ്ററിനെ ഞാൻ ആദ്യമായിട്ട് കാണുക. കണ്ടതിന് വളരെ സന്തോഷം ചേട്ടാ. ഗാങ്സ്റ്റർ ആയതുകൊണ്ടാണല്ലോ ഇവരൊക്കെ ഇങ്ങനെ പുറകെ നടക്കണത്. നിങ്ങൾ അപ്പൊ ഒറ്റയ്ക്കൊന്നും നടക്കാറില്ലേ? പിന്നെ നമ്മള് ഒറ്റയ്ക്ക് നടക്കാറുണ്ട്. നമ്മള് ഒറ്റയ്ക്ക് നടക്കും. പക്ഷെ ഇതിപ്പം സിറ്റിയിൽ ഇപ്പൊ കുട്ടി ആലോചിച്ച് നോക്കിയേ, എനിക്ക് എന്റെ ചുറ്റും എന്റെ അനിയന്മാരെ പോലത്തെ ഈ പിള്ളേർ നടക്കുമ്പം അവരോട് ഞാൻ വിരലെന്ന് പറയണത് മോശമാണോ അല്ലേ? ഞാൻ അന്ന് വന്നപ്പോഴും അണ്ണന്റെ കൂടെ ആൾക്കാർ, ഇന്ന് കണ്ടപ്പോഴും അയ്യോ ചുറ്റിനും ആൾക്കാർ. ഇതെന്താ ഫാൻസ് ആണോ, ഫോട്ടോ എടുക്കാനാണോ? എന്തോ ആണല്ലോ എല്ലാം. എന്നെ ഇഷ്ടമാണ്. ബിക്കോസ് ഈ കൂട്ട് ബേബിയാ ക്യൂട്ടാണ്. അതുപോലെ പിള്ളേർക്ക് ഒരു ആവശ്യം വന്നാൽ നമ്മളിവിടെ ഉണ്ടാവും. അതുകൊണ്ട് പിള്ളേർക്ക് നമ്മൾ ഭയങ്കര കാര്യമാണ്. അപ്പൊ നാളെ എപ്പോഴാണ് ഈ ആന്റിബയോട്ടിക് ഉദ്ഘാടനം എന്ന് പറഞ്ഞില്ല? നാളെ നല്ലൊരു മുഹൂർത്തം നോക്കി, 2 ദിവസം നല്ല മുഹൂർത്തം നോക്കി, 2 മുഹൂർത്തത്തിലും സമയം പോയി. അപ്പോഴത്തേക്കിന് നാളെ ഒരു നല്ല മുഹൂർത്തത്തിൽ നടത്തണം എന്നാണ് ഞങ്ങളുടെയൊക്കെ ആഗ്രഹം. ഏത് തരം കശുവണ്ടിയൊക്കെ ഉണ്ട്? നമ്മുടെ കൊല്ലവണ്ടി. കൊല്ലവണ്ടിയോ? കുട്ടി കേരളത്തിലല്ലേ വേൾഡിൽ ഏറ്റവും കിടിലം എ ഗ്രേഡ് ക്വാളിറ്റി അണ്ടികൾ ഉൽപ്പാദിപ്പിക്കുകയും എക്സ്പോർട്ട് ചെയ്യുന്നത് കൊല്ലത്തു നിന്നാണ്. എല്ലാരും കൊല്ലത്തെ കുറ്റം പറയും. പക്ഷെ ലോസ് ആൻഡോസിൽ നിന്നും ഒക്കെ ഇവിടെ ബിസിനസ് ചെയ്യുന്നെങ്കിലും ഞാൻ ഈ അണ്ടിയൊക്കെ എടുക്കുന്നത് കൊല്ലത്തു നിന്നാണ്. മനസ്സിലായേ? മുദ്രയൊക്കെയുണ്ടോ അതില്? കൊല്ലത്തിന്റെ അത്രയും ക്വാളിറ്റി ഉള്ള അണ്ടി ഒന്നും ലോകത്ത് വേറെ ഒരുത്തന്റെ കയ്യിലില്ല. മനസ്സിലായേ? അതെ, അത് കൊല്ലത്തിലെ ഗോൾഡ് ആണ്. കൊല്ലത്തിലെ ഗോൾഡ് അത് റീപ്ലേസ് ചെയ്യാൻ വേറെ ആർക്കും പറ്റൂല. ഈ സാധനം നമ്മൾ സോർട്ട് ചെയ്ത് എക്സ്പോർട്ട് ചെയ്തും ഇമ്പോർട്ട് ചെയ്തതുമാണ് ഈ സിറ്റിയിൽ ഈ വീടും ഗ്യാങ്ങും പിള്ളേരെയൊക്കെ നമ്മള് കൊണ്ടു നടക്കുന്നത്. പിന്നല്ലാതെ ചെറിയ ബിസിനസ് ആണ്. അണ്ണന്റെ കൂടെ എപ്പോഴും ആൾക്കാരുണ്ട്. ഇവർക്ക് തീറ്റ കൊടുക്കുന്നതിന് നന്ദിയുള്ള കൂട്ടത്തിലാണ് ഇവന്മാരൊക്കെ. മനസ്സിലായ? പക്ഷെ എല്ലാരും ഇല്ലല്ലോ. എല്ലാരും ഇല്ലെന്നോ? ഒരു എക്സാമ്പിൾ പറയാം കുട്ടി. ഈ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരുത്തൻ ഈ വെളിയിൽ നിൽക്കുന്നതോ അല്ലെങ്കിൽ മുതുക്കി നിൽക്കുന്നതോ, ഞാൻ എന്താ മുതുക്കിൽ എന്ന് പറയാം, അവിടെ നിന്ന് ഞാൻ പറഞ്ഞ എന്നെ ഒന്ന് വന്ന് തൊട്ടാ ഇപ്പൊ ഈ സിറ്റിയിൽ എത്ര പേര് കയറുമെന്ന് ഞാൻ കാണിച്ചു തരാം കുട്ടിക്ക്. അതാണ് ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. എനിക്ക് ഇവരോടുള്ള ട്രസ്റ്റും അവർക്ക് എന്നോടുള്ള ട്രസ്റ്റും.
അപ്പൊ വലിയ പുള്ളിയാണ്, വലിയ പുള്ളി. അതെ, കുറച്ച് വലിയ പുള്ളിയാണ്. ഇവിടെ വന്ന് നമ്മളെ തൊട്ടിട്ട് എന്തായാലും പോത്തില്ലെന്നല്ല ഞാൻ പറയണത്. അറ്റ്ലീസ്റ്റ് ചോദിക്കാൻ എനിക്ക് ഒരു 10-25 പിള്ളേരുണ്ട്, അവരെന്തായാലും വരും. അത്ര ആളില്ലല്ലോ. എല്ലാ സമയം സിറ്റിയിൽ എല്ലാവരും ഉണ്ടാവണമെന്നില്ലല്ലോ. എനിക്ക് പോപ്പല്ലേ ജലവീരങ്കി വരെ തീർച്ച എന്റെ മൊത്തം ഇതിപ്പോ മാറ തിരുവനന്തപുരം പോവാറ്. അണ്ണാ നിങ്ങളെ ഫാക്ടറിയിലെ നിങ്ങളെ ഫാക്ടറിയിൽ എല്ലാം അപ്രൂവലൊക്കെ ആയോ? ഈ പുക പോവാനും വേസ്റ്റ് ഉള്ളതിനെല്ലാം നിങ്ങളെ ഫാക്ടറിയിൽ എല്ലാം അപ്രൂവൽ ആയോ എന്ന്? ഫാക്ടറിയുടെ കാര്യങ്ങളെല്ലാം അപ്രൂവലായി. പക്ഷേ നമുക്ക് നല്ലൊരു സമയം നോക്കി അത് ഇനാഗുറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അതാണ് പ്രശ്നം. ഒരു സാമ്യ വിളി. സോറി, എന്റെ അമ്പു ഒന്ന് സ്പീക്കർ ഇടൂ, അമ്പു ഒരു മിനിറ്റ്. അമ്പു പറ, അമ്പു എവിടേക്കുന്നു? ക്യാരക്ടർ ശൈലിയില്ലേ, നിങ്ങൾ എല്ലാത്തിനും ഹേറ്റ് കണ്ടുപിടിക്കാതെ. അമ്പുവിന് വേണ്ടപ്പെട്ടവര് എന്റെ അടുത്തുണ്ട്, കൊടുക്കട്ടെ? ഒരു മിനിറ്റ്. നിന്നെ വിളിച്ചിട്ട് മുതുകിലോട്ട് വരാൻ പറഞ്ഞിട്ട് വന്നില്ലല്ലോ, നീ ഇവിടെ വിളിച്ചോണ്ടിരിക്കണല്ലേ? അണ്ടി എഴുതാൻ പോയോ? ഇവിടെ പണി എടുക്കുന്നവരുടെ ഫുഡ് കഴിക്കുകയാണ്, അവർക്ക് ഫുഡ് മേടിച്ചു കൊടുക്കുക ബർഗർ ഷോട്ട് ചെയ്ത്. അണ്ണാ ഞാൻ പറഞ്ഞ എനിക്കൊരു ബർഗറും ഇല്ല, പഴങ്കഞ്ഞിയും ഇല്ല, സംഭാരവും ഇല്ല. അണ്ണാ ഇവിടെ ഫുഡ് മേടിച്ചു കൊടുക്കാണ് ജോലിക്കാർക്ക്. സത്യമായിട്ട് ഞാൻ വരാം, വരാം. ഞാൻ ഇവിടെ ഇതിനകത്ത് കേറിയിട്ട് ഒന്ന് ഇങ്ങോട്ട് വരുമെന്ന് ചോദിച്ചു. അപ്പൊ പറയാ അത് എനിക്കൊരു ഫാക്ടറി ഉണ്ട്, ഒരു അണ്ടി ഫാക്ടറി, അവിടെ ഞാൻ തുടച്ചോണ്ട് നിൽക്കുക. അതെ, 2 ദിവസം നാളെയെങ്കിലും ഉദ്ഘാടനം നടത്തണം, അതെല്ലാം വൃത്തിയാക്കണേ. കുറച്ച് ഇന്ന് കുറച്ച് ഡെക്കറേഷൻ പരിപാടിയൊക്കെ ചെയ്തത് ബലൂണൊക്കെ പൊട്ടി ആകെ നാശമായി, അവിടെ മൊത്തം അഴുക്കായി. അപ്പൊ അത് ക്ലീൻ ചെയ്തിട്ട് ഉദ്ഘാടനം ഓൾറെഡി കഴിഞ്ഞതാണ്, മനസ്സിലായ? നമുക്ക് നാളെ അത് കാണാൻ വേണ്ടിട്ട് ഒരു വിശിഷ്ട വ്യക്തി വരുന്നുണ്ട്. അപ്പൊ അല്ല, ഹണി റോസ് ഒന്നുമല്ല, സിറ്റിയിലുള്ള ഒരാളാണ്. പുള്ളി വരുന്നതിന്റെ കുറച്ച് അറേഞ്ച്മെന്റ്സും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിട്ടാണ് അവനെ ഏൽപ്പിച്ചേക്കുന്നത്. നമ്മളെ വിളിച്ചിരുന്ന എടാ, ഇതൊരു പബ്ലിക് ഇൻവിറ്റേഷൻ അല്ലടാ, അത് ഗാങ്ങിന്റെ ഒരു ഫാമിലിയുടെ ഒരു ഡീലാണ്. വെളിയിൽ ഇല്ല, പ്രത്യേക അസുഖമുള്ളവർക്ക് നമുക്ക് ഇറക്കി കൊടുക്കാറുണ്ട്. കൊല്ലത്തണ്ടി എത്ര കാണുന്ന? ഒരു മിനിറ്റ്, ഞാൻ ഇവന്റെ 2 ഡീൽ ചെയ്തിട്ട് വരാം. ഒന്ന് വാമനെ വാ. എടാ, അവൻ അണ്ടി ഒന്ന് ഡീൽ ചെയ്ത് കൊടുത്തേടാ. കൊറേ നേരമായാണ് വെച്ച് പഴിപ്പിച്ചുണ്ട്. ഏത് വേണം? ഏത് വേണോടാ? കൊച്ചണ്ടി, എന്റെ കൈ കൊച്ചണ്ടി കയറുന്ന കണ്ടപ്പോഴേ ചോദി. അപ്പൊ കേറ്റി ശീലമുണ്ട് വായില്. അണ്ടി കിടക്കുന്ന കാണുന്നില്ല അവന്റെ വാസവന്റെ ആദ്യത്തെ അണ്ടിയല്ലേ ഞാൻ തിന്നണ്ടേത്? അപ്പൊ എടുപ്പും കൊടുപ്പും മാത്രമേ ഉള്ളൂ അല്ലേ? സോറി, അറിയാതെ പറ്റിയതാണ്. സോറി. ഡീലിംഗ്സ് ഒക്കെ കഴിഞ്ഞോ? ഓ, ഡീലിംഗ്സ് നടന്നോണ്ടിരിക്കുന്നു. ഇതാണോ നടക്കുന്നേ? എന്തിനു വരെ നീ എന്റെ കൂടെ മാനം കളയോല? ചേച്ചി എന്നെ അടിച്ചു. ചേച്ചി കൊടുക്കാൻ വിധിയില്ല. അവിടെ മിണ്ടാതിരിക്കുക. ചേച്ചി ഒരു അണ്ടിയുടെ വലിപ്പം ചോദിച്ചു. ചേച്ചി എന്നെ ഇത്രക്ക് ചേച്ചി അതല്ല ചേച്ചി, നമ്മളെ കൊല്ലത്ത് നിറക്കി അണ്ടി എന്ന് പറഞ്ഞ് ഇവ ശരിയല്ല. ഒന്നുകൂടെ കൊടുത്തോ വേണമെങ്കിൽ. അയ്യോ, വൈകാതെ അവന് മുഴുത്ത അണ്ടി കൊടുക്കണം. ഒരു കാര്യം കൂടി, വായു പറഞ്ഞാൽ മറ്റേ അണ്ടി വർത്താനം പറയുന്നത്. അമ്പത്തൂര് വരാണെങ്കിലേ ഒന്ന് എന്നെ വിളിക്കാനെങ്കിലും ഒന്ന് പറയണേ. ഓ, പറഞ്ഞേക്കാം. എല്ലാരടുത്തും കൂടിയാ. അണ്ണം പറയുമ്പോ ചിലപ്പോ കേക്കും. ഓ, ഞാൻ പറയാം. നിങ്ങളെങ്കിലും പോവാണേ. ബൈ ദ ബൈ. കണ്ടതിൽ സന്തോഷം ചേട്ടാ. അല്ല, അണ്ണാന്ന് വിളിക്കാല്ലേ? വാസുണ്ണാന്ന് വിളിക്കാം. കുഴപ്പമില്ല. ഇഷ്ടമുള്ള വിളിച്ചാൽ മതി. കുഴപ്പമില്ല. ബോംബെ അണ്ടിയില്ലാത്തവനെ കൂടി കൊണ്ടോട്ടെ. അവന്റെ അടുത്ത് ചോദിച്ച ചോദ്യം കേട്ടോ. അവൻ ചെറുത് വേണമെന്നാണ് പറഞ്ഞത്. അപ്പൊ നമ്മുടെ കൂട്ടത്തിൽ എന്തായാലും അതിപ്പോ ഇല്ല. അവന് സ്വന്തമായിട്ടുള്ളതെല്ലാം ആഗ്രഹിക്കാൻ പറ്റുള്ളൂ. അതിന് മുകളിലുള്ള
ഇത്തിരി വലിപ്പം കൂടിയാലും കുഴപ്പമില്ല. ഇനി നീ ഇവിടെ എനിക്ക് താങ്ങൂല. മുമ്പ് സംസാരിച്ച പോലെ ആയിരിക്കത്തില്ല സംസാരിക്കുന്നത്. പിടിച്ചു തണ്ടാ ഭിത്തിയെ കയറ്റും കേട്ടാ ഒറ്റ മിനിറ്റ്. കേട്ടാ. ആ സോറി വേണ്ട, നീ ചെല്ല്. ഹലോ വാസണ്ണ. ചെല്ല്. വാസണ്ണ. ആ പറയടാ. ആ മീനോട്ടി കുറഞ്ഞേരം വെയിറ്റ് ചെയ്യുന്നെന്ന് പറഞ്ഞു എന്റെ അടുത്ത് പറയാൻ പറഞ്ഞു. എന്തോ? പാട്ട് കേൾക്കാൻ. അയ്യോ അതെ മീനൂട്ടി വാ മീനൂട്ടി വാ. നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോ ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യാൻ ആരെങ്കിലും ഒക്കെ വരും ഗൈസ്. എന്തോ മീനൂട്ടി? ആ ചാടി. ഓക്കെ മീനൂട്ടി. വാ മീനൂട്ടി വാ, നമുക്ക് സമാധാനമുള്ള സ്ഥലത്തോട്ട് പോവാം. അല്ലെങ്കിൽ ഇവിടെ ഇപ്പൊ വന്നവന്മാരെ പോലത്തെ ഓരോരുത്തന്മാര് വരും. എന്താ മീനൂട്ടി? മാമന്റെ കൂടെ എപ്പോഴും ആൾക്കാരുണ്ടാവൂലേ? മാമന്റെ കൂടെ എന്ന് പറഞ്ഞാ ഈ ഹലോ അണ്ണാ ഇത് ബർഗർ ഷോട്ടിന്റെ ഫ്രണ്ടിൽ ചെന്ന പ്ലോട്ടോ അല്ലേ ഇത്? അണ്ണാ ബർഗർ ഷോട്ടിൽ പാർട്ട് ടൈം ജോലി ചെയ്യുന്നുണ്ട്. പാർക്കിംഗ് ഏരിയയിൽ മറ്റേ പിള്ളേരെയൊക്കെ ഇൻട്രസ്റ്റ് ചെയ്യാൻ വേണ്ടി പാർട്ട് ടൈം ജോബ് അണ്ണാ. എന്തൊക്കെ പണിയെടുത്താണ് നീ സിറ്റിയിൽ ജീവിക്കുന്നത്? അണ്ണാ ഇത് കാണിച്ചു തരാം. കൊറേ ഐറ്റം ഉണ്ടെണ്ണ, ഞാൻ ജീവിക്കണ്ടേ. മീനുട്ടിക്ക് ഒരെണ്ണം കാണിച്ചു, ഒരു ഡാൻസ് കാണിച്ചു. മീനുട്ടി ഒന്ന് സന്തോഷിപ്പിച്ചേ. അങ്ങനെ നോക്കട്ടെ. ഇങ്ങനെയൊക്കെ പറയണേ നോക്കട്ടെ. കേട്ട പരിപാടിയാണ്. സൗണ്ട് ഇല്ലേ? ഉണ്ട്. മീനടിക്ക് വേണ്ടി ഞാൻ ചിരിച്ചാ മതിയാ? ആ ചിരിച്ചു. ഇഷ്ടപ്പെട്ട മീനുട്ടിക്ക്? മീനട്ടി ഡാൻസ് കളിക്കും കേട്ടാ. മീനട്ടി വേണ്ടി ചിക്കൻ ബനാന കാണിച്ചു കൊടുത്ത മാമന്. ഇതിന് എത്ര രൂപ കിട്ടും മാസം? ദിവസം 500 രൂപ ഒരു ബർഗറും. 500 രൂപ ഒരു ബർഗറും. പാർട്ട് ടൈം ആണ് പാർട്ട് ടൈം. പിന്നെ കുറെ പണിയുണ്ട്, ജീവിക്കേണ്ട എണ്ണ. എന്തായാലും വീഡിയോക്കാനും അറിയുന്നത് ഇതെങ്ങനെ ജീവിക്കട്ടെ. വേറെ ഏതാ വഴി കയറി വായല്ലോ. എന്ത് കാര്യം? ഇത് അണ്ടീന്റെ സൈക്കോ നിന്റെ അടുത്ത് മീനുട്ടിയുടെ അടുത്ത് നീ പറഞ്ഞ തട്ടിക്കൊണ്ട് പോകുന്നത്? അയ്യോ അണ്ണാ ഞാൻ അങ്ങനെ പറഞ്ഞു. പിള്ള മനസ്സിൽ കള്ളയില്ല. അതുകൊണ്ടാണ് കൊച്ചു സത്യം പറഞ്ഞത്. ഇനി മീനുട്ടിയുടെ അയലത്ത് കാണാൻ വന്നോണ്ടല്ലോ അടിച്ചു വെടിവെച്ച് കൊന്നോളാം നിന്നെയൊക്കെ കേട്ടല്ലോ. ഇനി വരൂല. ആ പറഞ്ഞിട്ടുണ്ട്. ജോലിക്ക് പോട്ടെ എന്നെ വിളിക്കുന്നു. ആ പോയിട്ടോ. എല്ലാരും വന്നു. ഉസ്മാനെ ഹലോ വാ. ആ വരാം. ഇവന്റെ അലോ കേൾക്കുമ്പോഴേ എനിക്ക് ചിരി വരും വൈര്. ഹലോ അണ്ണാ പറയടാ. ആ എന്തായി? അല്ലല്ല മീനുട്ടി വാ. അല്ല നമുക്ക് ഇവിടെ ഇരിക്കാം വാ. മീനുട്ടി കൊറേ ദിവസമായിട്ട് മീനുട്ടിക്ക് ഒരു പാട്ട് പാടി കൊടുക്കണോന്ന് പറഞ്ഞ്. ഇത് മീനുട്ടിക്ക് വേണ്ടി സ്പെഷ്യൽ ഡെഡിക്കേഷൻ ആണ്. തലമുറ താണ്ടി നിൽക്കും തந்தை മകൻ കൂറ്റലേനി வெற்றி கதைகள் ஊரில் நிதம் கேட்கின்றேன். சிங்கப்பெற்ற பிள்ளை என்று ஊரை சொல்லும் ஓசையோடு உயரமாக ஓய்வெடுக்கின்றேன். அன்பை மட்டும் அள்ளி வீசும் வீடு அமைவது அழகு, அதிசயம் அற்புதம் அதுவே.
அமைத்து புதல்வா புதல்வா வா புதல்வா புதல்வா வா உன்னை பார்க்கும் போதெல்லாம் முகம் பூக்குதே நடி மகனே மகனே வா மகனே மகனே வா உன்னை பார்க்கும் போதெல்லாம் முகம் பூக்குதே நடி ரத்தமாரே 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 முத்தமாரே ரத்தமாரே ரத்தமாரே സൂപ്പർ ദേവുട്ടിക്ക് വേണ്ടി സ്പെഷ്യൽ ഡെഡിക്കേഷൻ ദേവുട്ടി അല്ല മീനുട്ടിക്ക് വേണ്ടി മീനുട്ടിക്ക് വേണ്ടിട്ട് സ്പെഷ്യൽ ഡെഡിക്കേഷനാണ്. സന്തോഷമായോ? ഓക്കെ ഓക്കെ. ഇതാരാ? എന്താ ഒരു പാട്ട് പറഞ്ഞാൽ മറ്റേ പാട്ട് പാടും ഒരു നോക്ക് കാണുവാൻ. അയ്യോ അതൊക്കെ പാടി പാടി നമ്മള് ഭയങ്കര ഫാൻ. മീനുട്ടിക്ക് ഏത് പാട്ടാ വേണ്ടതെന്ന് പറഞ്ഞാൽ പാടിത്തരാം. അറിയാം. പച്ചക്കറിക്കായ തട്ടിൽ ഒരു മുത്തശ്ശി പൊട്ടറ്റു ചൊല്ലി കുഞ്ഞോളെ കുമ്പാളെ മാമുണ്ട് ചാഞ്ചാട്. പച്ചക്കറിക്കായ തട്ടിൽ ഒരു മുത്തശ്ശി പൊട്ടറ്റു ചൊല്ലി കുഞ്ഞോളെ കുമ്പാളെ മാമുണ്ട് ചാഞ്ചാട്. വെള്ളരി പിഞ്ചു പോലും ചുമ്മാ കള്ളക്കണ്ണീരൊഴുക്കി തക്കാളി പപ്പാളി പച്ചിങ്ങ മച്ചിങ്ങ പിച്ചിങ്ങയോടത്ത് പിച്ച നടന്നു ചൊല്ലി കുഞ്ഞോളെ കുമ്പാളി മാമുണ്ട് ചാഞ്ചാട്. കുഞ്ഞോളെ കുമ്പാളി മാമുണ്ട് ചാഞ്ചാട്. അല്ലിമലർക്കാവിൽ പൂരം കാണാൻ അന്നു നമ്മൾ പോയി രാവിൽ നിലാവിൽ ദൂരെ ഒരാൾ മരത്തിലിരുന്നു മാരിവിൽ ഗോപുര മാളിക തീർത്തു അതിൽ നാം ഒന്നായി പാടി പാടി അല്ലിമലർക്കാവിൽ പൂരം കാണാൻ അന്നു നമ്മൾ പോയി രാവിൽ നിലാവേ ചിങ്കാരക്കിണ്ണാരം കൊഞ്ചുന്ന മണിക്കുരുന്നേവാ പുന്നാരം പുന്നാരം കൂറുന്നുറങ്ങുമി കൂറുന്നു ചുണ്ടത്തെ മണിപ്പതക്കം താ അമ്മാനം അമ്മാനം. ഓക്കെ നാരദ പാട്ട് പാടുന്ന ഞാൻ അറിഞ്ഞേ. വെറുതെ പറയുന്നവരെ ഒരു പാട്ട് പാട് കേക്കട്ടെ. ആട്ടാ അനക്ക് ആ ഒരൊറ്റ പാട്ടേ അറിയുള്ളൂ. ആ പാട്ട് ഈ സിറ്റിയിലെ മൊത്തം ആൾക്കാർ കേട്ടുമ്പോ എടുത്തത്. ഏത് പാട്ട്? അവര് തമിഴ് പാട്ട്. അത് മാത്രം എനിക്ക് പാടാൻ അറിയുള്ളൂ. ആ പാട് കേക്കട്ടെ. ഞാൻ കേട്ടിട്ടില്ല. സത്യം പറഞ്ഞ ആ പാട്ട് ഞാന് ആട്ടന് വേണ്ടി പഠിച്ചായിരുന്നു പണ്ട്. ഓ അതിൽ ഓരോ വരികളും എന്നെ പോലത്തെ കുറെ ആൾക്കാർക്ക് ആട്ടനോട് പറയാനുള്ള സാധനമാണ്. ആണല്ലേ? ആ സംഭവം എന്ന് വെച്ചാൽ ഇല്ലാട്ടാ നമ്മള് ഒന്നുമില്ല പിന്നെ ലേറ്റ് ആയി പറഞ്ഞോണ്ട്. ഇല്ല പറഞ്ഞു നീ. അല്ല നമ്മൾ ഈ മലയാളികളില്ലേ ഈ ദൈവത്തിനെ കാണാൻ വേണ്ടിട്ട് കഷ്ടപ്പെട്ട് ശബരിമലയിലും ഗുരുവായൂരൊക്കെ പോകും. എന്നിട്ടോ ആട് നിന്നിട്ട് കണ്ണടക്കും അല്ലേ? പക്ഷെ നമ്മൾ കണ്ണ് തുറന്നിട്ട് കാണുന്ന ഒരേ ഒരു ദൈവമേ ഉള്ളൂ ചില ആൾക്കാർക്ക്. അതിലിപ്പോ അങ്ങനത്തെ കാറ്റഗറിപ്പെട്ട ഒരാളാണ് നിങ്ങള്. നമ്മ എന്നെ പോലത്തെ കുറെ ആൾക്കാർക്ക്. സത്യമായിട്ടും ഞാൻ വെറുതെ പറയുന്നല്ല. ആ നിങ്ങൾ തന്ന് ഞാൻ കാണുമ്പോൾ നിങ്ങൾ സംസാരിക്കുമ്പോൾ കൈയും കാലും പറക്കും. അയ്യോ ഞാൻ ചുമ്മാ പറഞ്ഞല്ല കാര്യം അത്. കാരണം നിങ്ങൾ ഈ കെട്ടിക്കിടക്കുന്ന കുളം പോലെ അല്ലാട്ടാ. ഇത് പുറകെ കിടക്കുന്ന ആനടിക്കുന്ന തിരമാലകൾ പോലെ കടലാണ് നിങ്ങൾ മനസ്സിലാക്കണം.
ഇവ എന്തൊരു വിഷയമാണ്. അടിച്ചു പോയാ ഇല്ല ഞാൻ ഉണ്ട് ഇവിടെ. ഞാൻ പഠിത്തരാം. ആ പാട്ട് വലിയ ശ്രുതി ഒന്നും നിങ്ങൾ ശ്രദ്ധിക്കരുത്, അതിന്റെ വരി മാത്രം നിങ്ങൾക്കുള്ളതന്നെ. ഓക്കെ. പിറത്തേടും ഇരവിലേ തേടി അഴകിറാ കഥ சொல்ல அழகிறே அன்பே நீ வா இருளில் கண்ணீரும் எதற்கு மடியில் கண்மூடவா அழகே இந்த சோகம் எதற்கு நான் தாயுமல்லவா உனக்கல்ல மட்டும் வாழும் இதயமடி ഉയരുള്ളവരെ ഞാൻ നടിമയല. അതൊക്കെ എന്റെ പൊന്നോ കിടിലും. ഞാൻ ഇത്ര പ്രതീക്ഷയില്ല കേട്ടാ. എന്റെ അമ്മ കിടിലും. ഇതാണോ ഇതിലെ എന്ത് ശ്രുതിയൊക്കെ നോക്കാൻ ഇനി? ആ സാധനം മാത്രം അറിയുള്ളൂ. അത് സത്യം പറഞ്ഞാൽ അതിന്റെ അവസാനത്തെ 2 സാധനം നിങ്ങൾക്കുള്ളത്. അതെന്താണ് അവസാനത്തെ 2 സാധനം? ഉയരുള്ളവരെ ഞാൻ ഉന്നടിമയടാ. എന്റെ പൊന്നോ. അല്ല ഞാൻ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? ആ ചോയ്ക്ക്. അങ്ങനെ എന്നോട് പറഞ്ഞില്ലേ? അത് പറയാനുള്ള കാരണം എന്താ? അത് ഇങ്ങനെ പറയുമ്പോ ചില പോസ്റ്റ് ആയിപ്പോ, അത് അങ്ങനെ പറയാൻ പറ്റൂല. എന്നാലും ഞാൻ വരെ ഇൻസ്പയർ ചെയ്തിട്ട് ഇതിൽ വന്നിട്ടുള്ളത്. നമുക്ക് പുറത്ത് കൊറേ സംഭവങ്ങൾക്ക് കൊറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അണ്ണനറിയാന്നുള്ളൂ. ചില നേരത്ത് നിങ്ങളുടെ മുഖത്തെ ചിരി കാണുമ്പില്ലേ, അത് നമുക്ക് വല്ലാത്ത സന്തോഷം ഉണ്ടാക്കി തരും. താങ്ക് യു സോ മച്ച്. സത്യം. അത് നിങ്ങൾ മാത്രം, നിങ്ങൾ ഈ പുറകിലേക്ക് ഈ ചോപ്പ് ഉപ്പായിട്ടുള്ള എല്ലാരും. കാരണം ഞാൻ വേറൊരു ഗ്യാങ്ങിൽ ഉണ്ടായിട്ട് പോലും ഇവർ നമ്മളെ ഭയങ്കര സപ്പോർട്ട് ചെയ്യും. താങ്ക് യു സോ മച്ച്. That's what I built, bro. Let's fucking go. നേരത്തെ ഏത് ഗ്യാങ്ങിലാ? കാലാപ്പാനി അല്ലേ? അതൊക്കെ ഒരു ദിവസം പേര് നമ്മളെ പോരാ കാണാൻ. ഉറപ്പായിട്ടും ഞങ്ങൾ വരും. ഇവരെല്ലാം വന്ന സോറി വെറുതെ തമാശ പറഞ്ഞല്ലേ. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ബ്രോ വൺ ഓഫ് ദി ലീഡർ. താങ്ക് യു സോ മച്ച്. ഒരു പാട്ടുമൂടിലാണ്. നിനക്കൊരു പെങ്ങളില്ലേ? ഹലോ അണ്ണ അടുത്ത പാട്ട് പാടണ്ണ. ഹലോ ആരാ? ഹലോ ഹലോ ആരായിരുന്നു? ഞാൻ നന്ദുവിന്റെ ഒരു ഫ്രണ്ടാ. നന്ദുക്കുട്ടനല്ലേ? നന്ദുക്കുട്ടനല്ല. ഇതിപ്പോ ഞാൻ ഫോൺ ഈ നമ്പർ ഞാൻ മേടിച്ചായിരുന്നേ. ആണോ? സോറി. പേരെന്തായിരുന്നു? എന്റേത് കിച്ചു. കിച്ചു. ഓ, ഞാൻ നന്ദുവിനോട് പറഞ്ഞേക്കാം വിളിച്ചിരുന്നു. ഇതാരായിരുന്നു? എന്റെ പേര് പരുന്തുവാസു. സോറി. കുഴപ്പമില്ല. ഉസ്മാനെ എന്താ ഉസ്മാനെ നീ ഒന്ന് സംസാരിക്കാതെ നിൽക്കുന്നത് എന്താ? ഇപ്പൊ പണി കഴിഞ്ഞ് വന്നോളൂ, ക്ഷീണമുണ്ട്. എത്ര മണിക്ക് കയറിയതാണ് ഈ പണിക്ക്? ഞാൻ 8 മണിക്ക്. അതിന്റെ അടക്കടക്ക് ഇറങ്ങി പോയി. ഓ എന്റെ പൊന്നു വാസണ്ണ, പാടാണല്ലേ മൊത്തത്തിൽ? ഭയങ്കര പാടാ. കഷ്ടപ്പെട്ടാലല്ലേ ജീവിക്കാൻ പറ്റുള്ളൂ. പിന്നല്ലാതെ കഷ്ടപ്പെട്ടവരൊക്കെ നല്ല നിലയിൽ എത്തിയിട്ടുണ്ട് ഉസ്മാനെ. ഇപ്പൊ ഞാനും നീ നാളെ ഈ സിറ്റിയിലെ ഏറ്റവും വലിയൊരു ബിസിനസ്മാൻ ആയിട്ട് എന്റർപ്രണർ ആയിട്ടൊക്കെ എനിക്ക് നിന്നെ കാണണം. അത് പറഞ്ഞപ്പോ ഉസ്മാനെ ഒന്ന് വന്ന് എനിക്ക് നിന്റെ അടുത്ത് മാത്രമായിട്ടൊരു കാര്യം പറയണോ? വന്നേ. ബിസിനസ് മാർഗനറ്റ്.
ഉസ്മാനെ ഓ നീ നക്കാപ്പിച്ച പൈസക്ക് ബർഗർ ഉണ്ടാക്കുന്ന പരിപാടിയൊക്കെ ബ്രോ ആ ഹലോ ഒന്നിങ്ങൊന്ന് ഒരു കാര്യമുണ്ട്. ആ പറഞ്ഞോ ബ്രോ. മുണ്ടിട്ട ബ്രോന് മാത്രമല്ല ഇത് എല്ലാരും കൂടെ വന്നത് ഇങ്ങനെ. ഒരു മിനിറ്റ് ഉസ്മാനെ, ഒരു മിനിറ്റ്. ഹലോ ആ പറഞ്ഞോ. എടാ ഒരു മിനിറ്റ്, ഒരു കാര്യം സംസാരിച്ചോണ്ടിരിക്കണം. ഒരു മിനിറ്റ് ബ്രോ, ഒരു കാര്യം പറയണ്ടായിരുന്നു. താങ്ക് യു ഫോർ ദ ചായ ആൻഡ് പപ്സ്. ഓ നീയാണല്ലേ ഇത് ഇവിടെ വന്നേ? ശരി, എന്താണ് പരിപാടി? എടാ നിന്റെ ഗ്യാങ് ഏതായിരുന്നു? ഞാൻ KVP. ഇവനെ അറിയാവോ? നന്ദുകുട്ട എന്റെ ഒരു അനിയനാ. ഇവൻ KVP-ലുള്ളതാണോ? ആ പിന്നെ ഇവൻ കാരണം ഞാൻ കൊറേ നടന്നതാണ് കേട്ടാ. എന്റെ നമ്പറിന് നിന്നെ തിരക്കി ഒരു കിച്ചു വിളിച്ചായിരുന്നു കേട്ടാ. കിച്ചു വിളിച്ചായിരുന്നു നിന്നെ തിരക്കി. നന്ദുകുട്ടനല്ലേ ചോദിച്ചു. ഞാൻ നമ്പർ മാറി നീ ഒന്ന് വിളിച്ചേക്കണം കേട്ടാ. ഈ ഫോൺ കട്ടോണ്ട് പോകാൻ തുടങ്ങിയാടോ നീ? അല്ലല്ല, നമ്പർ അവന്റെ ആയി പോയി. നമ്പർ അങ്ങനെ. അതെ എനിക്ക് ഇപ്പോഴാണ് നമ്പർ തിരിച്ചു കിട്ടിയത്. അവൻ തന്നു കേട്ടാ. നന്ദിയുള്ള ചക്കര. അങ്ങനെയാണ് ഞാൻ അങ്ങനെയാണ് വളർത്തിയത്. ഞാൻ വീട് കേട്ടോ, എഡ്രോ വീട്. ഓ വീട് ഒരു ദിവസം നമ്മള് കുടുംബത്തോട്ട് വരാം. ഓക്കെ. നമ്മള് ഒരു ചെറിയൊരു പരിപാടി കാണും നമ്മുടെ കുടുംബത്തിലെ. അപ്പം എല്ലാരും വിളിക്കുന്നുണ്ട്. ഓ ഉറപ്പായിട്ടും സെറ്റ് ചെയ്തിട്ട് വിളിച്ചാൽ നമ്മൾ എന്തായാലും ഇറങ്ങാം. ഓക്കെ. ഞാൻ അവനോടൊന്ന് സംസാരിച്ചിട്ട് വരാം. ഞാൻ അവനെ കുറെ നേരമായിട്ട് പിടിച്ചു നിർത്തിയേക്കും. ഉസ്മാനെ, നീ നക്കാപ്പിച്ച പൈസക്ക് ഇനി ബർഗർ ഉണ്ടാക്കിയും ബർഗർ തിന്നൊന്നും ജീവിക്കേണ്ട ആവശ്യമില്ല, മനസ്സിലായ? നമ്മളിവിടെ സിറ്റിയിലൊരു നന്ദുകുട്ട ഒരു മിനിറ്റ് ഒരു കാര്യം പറഞ്ഞോണ്ടിരിക്കുകയാണ്. വാ. അപ്പോ നമ്മളിവിടെ സിറ്റിയിലൊരു അണ്ടി ഫാക്ടറി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അവിടെ ഉടനെ തന്നെ അണ്ടി പ്രോസസിങ് യൂണിറ്റ് വരുന്നുണ്ട്. നിന്നെ ഞാൻ അവിടെ ജോലിക്ക് വെക്കാം. ഡെയിലി വന്ന് ഫാക്ടറിയിലെ മൊത്തം കാര്യങ്ങളും നോക്കി ഉത്തരവാദിത്തത്തോടെ ചെയ്യണം. ഉറപ്പല്ലേ? ഉറപ്പ്. നിനക്ക് മാസം എത്ര രൂപ ശമ്പളം വേണം? എനിക്ക് മാസം ഓരോ വണ്ടി മേടിച്ചാ. ഓരോ മാസം ഓരോ വണ്ടി വെച്ച് അത് മതി. ഹലോ ഓരോ മാസം ഓരോ വണ്ടി വെച്ച് അത് മതിയെന്ന്. ഇപ്പൊ ഓരോ മാസം നിനക്ക് 90 കോടിയുടെ വണ്ടി മേടിച്ചു വെച്ചേരാ ഞാൻ. അത് വേണ്ട. പിന്നെ 7 കോടി 10 കോടി 17 കോടി അതിനുള്ളത് മതി. ഓ എന്നാലും മിനിമം 7 കോടി ഒരു മാസം. അല്ലേ വേണ്ട, ഉള്ളത് മതി. ഒരു എമൗണ്ട് അങ്ങോട്ട് തരും, ഉള്ളത് അങ്ങോട്ട് പിടിച്ചാ മതി കയ്യില്, മനസ്സിലായ? നിനക്കിപ്പോ ബർഗർ ഉണ്ടാക്കുന്നതിനൊക്കെ കൂടുതൽ എന്തായാലും തരാം. അവന്റെ അപ്പോഴത്തേനും അവന്റെ ഡിമാൻഡ് ഓരോ മാസം 7 കോടിയുടെ വണ്ടിയാ. ഇതേ തിന്നണ വണ്ടിയാണോ? അതാവുമ്പോ എനിക്ക് ഫുഡ് അപ്പൊ ലാഭിക്കാറുണ്ട്. പിന്നെ തിന്നണ വണ്ടി അല്ലാതെ പിന്നെ എന്തണ്ടിയെ പറ്റി നീ ഉദ്ദേശിച്ചേ? നീ ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കുന്നേ എന്താ നിനക്ക്? കേക്കാമോ? കേക്കാം മച്ചനെ. ഹലോ, പരിദിവസല്ലേ? അതെ ഇതാരാ? മെസ് ബോയ്. കണ്ടില്ലല്ലോ സിറ്റിയിൽ ഇതുവരെ ഞാൻ വിചാരിച്ചിരിക്കണായിരുന്നു. ഇപ്പൊ കണ്ടില്ലേ? എങ്ങനെ പോണ് കാര്യങ്ങളൊക്കെ? കുഴപ്പമില്ല, ഇങ്ങനെയൊക്കെ പോണ്. ഗണ്ണൊക്കെ കിട്ടിയാ? ഗണ്ണൊക്കെ ഉണ്ട്, എല്ലാം സെറ്റായല്ലേ? ഒരു കരുതൽ. ഓ കരുതൽ. വെടിവെപ്പൊക്കെ എങ്ങനെ പോണ്? കുഴപ്പമില്ല, പക്ഷെ രാത്രി അടിക്കാൻ പറ്റണ്ടേ? ഓ അതെ അതങ്ങനെ സിറ്റി സ്റ്റേബിൾ ആവുമ്പോ സേഫ് സോഡും ആവും. സത്യം. ആകെ സേഫ് സോൺ സെറ്റ് ആവുമ്പോ 12 മണിയാവും. അപ്പോഴത്തേക്ക് എല്ലാരും പോകും. സേഫ് സോൺ 4 മണിക്ക് ആക്കണം ഇരുന്നിട്ട്. സത്യം. നമ്മുടെ സ്വന്തം സെർവർ അതൊക്കെ സെറ്റ് ചെയ്യാം. നമുക്ക് സീനില്ല, നമുക്ക് ഇപ്പൊ സെറ്റ് ചെയ്ത് തരില്ല. 2 ദിവസത്തിനകത്ത് നമുക്ക് കാര്യങ്ങൾ നടക്കാം.
PL മാത്രം സെറ്റ് ചെയ്താൽ പിന്നെ ഉടനെ സെറ്റ് ചെയ്യാം. ടൈം മാറ്റണോ? ടൈം മാറ്റാം. ടൈം കുഴപ്പമൊന്നുമില്ല. ഒരു 9 മണി തൊട്ട് 12 മണി അടിക്കായിരുന്ന. ഓക്കെ ഓക്കെ ഓക്കെ. ഓടാ, അപ്പൊ കണ്ടതിൽ സന്തോഷം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഗ്യാങ്ങിന്റെ പേരെന്തായിരുന്നാ? ഓക്കെ 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 ഓക്കെ. ഒരു ദിവസം ഞങ്ങൾ കുടുംബത്തോട്ട് വരാം. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ കണ്ടതിൽ സന്തോഷം. ഓക്കെ ഓക്കെ. ഹലോ വാസോണ്ണ. അതെന്റെ മോഡറേറ്ററാ. ആയിരുന്നു മനസ്സിലായി? മെസ് ബോയ്. വാസോണ്ണ. ആ പറയടാ ഉസ്മാനെ. ഞാൻ ഇപ്പൊ കണ്ണാപ്പിയുടെ ഒപ്പം കുറച്ചാൾ നടന്നായിരുന്നു. ആ എന്നിട്ട് കണ്ണാപ്പി എന്താ പറഞ്ഞു? അത് കഴിഞ്ഞിട്ട് അവിടുന്ന് പിന്നെ ഞാൻ ഇങ്ങനെ വാസോണ്ണ കണ്ണാപ്പിയുടെ ഒപ്പം നടന്നപ്പോ അവിടെ കണ്ണാപ്പി ആ പെൺപിള്ളേരുടെ അടുത്തൊക്കെ സംസാരിച്ചിരുന്നതാ. കണ്ണാപ്പി ഏതോ പെണ്ണിന്റെ അടുത്ത് ചൂടായി. അപ്പൊ എന്റെ അടുത്ത് 2 ഡയലോഗ് അടിക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ നല്ല ഡയലോഗ് അടിച്ച് ഷാൾ എടുത്തിട്ടൊക്കെ പറഞ്ഞ് ഇവിടെ വന്നതാ. പിന്നെ മുതുക്കിന്റെ ഇവിടെ കൂട്ടി ആരാണ്ടൊക്കെ ചവിട്ടി കൂട്ടി. നിന്നെയാ? അവന്റെയൊക്കെ പരിപാടിക്ക് ആരെങ്കിലും പോയി തലയിടൂ. കണ്ണാപ്പിയുടെ ഒപ്പം നടന്നപ്പോ പിന്നെ ഇങ്ങനെയാ. എന്തായാലും ഞാൻ ബാക്കി മറ്റേ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് ഞാൻ നിന്നെ അറിയിക്കാം. ഓക്കെ ഓക്കെ, താങ്ക് യു. ഓക്കെടാ, ഓക്കെ, ശരി, കാണാം. ഓക്കെ. പറയടാ. ഞാനല്ല വിളിച്ചേ. ഓ ഇതാണല്ലേ. കിച്ചു, ഇതിപ്പോ എന്റെ കയ്യിലാണ് കേട്ടാ ഫോണ് ഇരിക്കുന്നത്. അവൻ പറഞ്ഞില്ലായിരുന്നു, എന്തുകൊണ്ട് പറഞ്ഞില്ലായിരുന്നു? ഇവൻ പറഞ്ഞായിരുന്നു ഇവന്റെ 2 നമ്പർ എന്റെ ഫോണിൽ സേവ് ആയി കിടന്നേ. ആ ഇപ്പൊ 3333 ഞാനാണ് യൂസ് ചെയ്യണേ. പരിചയപ്പെട്ട സന്തോഷം. കണ്ടിട്ടുണ്ട്. ഇതിനുമ്പ് നമ്മളെവിടെ കണ്ടിട്ടുണ്ട്? ആ ശരി 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 ശരി, ഓർമ്മയുണ്ട് 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 ഓർമ്മയുണ്ട്. നമ്മള് വന്ന് ഹെലികോപ്റ്റർ വന്ന ദിവസല്ലേ? ആ ഓക്കെ 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 ഓക്കെ, മനസ്സിലായി മനസ്സിലായി മനസ്സിലായി. ഓക്കെ അപ്പൊ കാണാം കാണാം കാണാം. ശരി അപ്പൊ. എടാ ഉസ്മാനെ പോയിട്ട് വരാം. നന്ദോട്ടനില്ലാത്ത നമ്പറിൽ വിളിച്ചാൽ അമ്മാരെന്ത് ബ്രോ? ടി വി മെമ്പേഴ്സിനെ മൈൻഡ് ചെയ്യുന്നോ ബ്രോ? ഞാൻ ഒരു കാര്യം പറയട്ടെ, നിങ്ങളൊക്കെയാണ് ഇങ്ങനത്തെ ഇൻസെക്യൂരിറ്റീസ് ഉണ്ടാക്കി വെക്കുന്നത് ഇവന്മാരുടെയൊക്കെ മൈൻഡില്. സത്യം പറഞ്ഞു, ഫുൾ ടൈം ഞാൻ അവന്മാരുടെ കൂടെ. എന്താടാ? ഹലോ, കേട്ടില്ല കേട്ടില്ല. അല്ലല്ല, കുറച്ച് ദിവസം മുണ്ടെടുത്ത് നടക്കാന്ന് വിചാരിച്ചു, അതുകൊണ്ടാ. നാടൻ വൈബ് നാടൻ വൈബ്. എടാ വരുന്നേ ദേവിയതുണ്ടല്ലോ, ദേവി. ഞാൻ ഒരു കാര്യം പറയാം, എന്നെ RP കളിക്കാൻ പഠിപ്പിക്കരുത്, എനിക്കത് ഇഷ്ടമല്ല. പക്ഷെ നിങ്ങൾ ബാക്കിയുള്ളവരുടെ ചാറ്റിലൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ മേ ബി അവർ ക്യാരക്ടർ ഇങ്ങനെ ചെയ്യുമ്പോൾ അയ്യോ ഇത് കൊള്ളത്തില്ല എന്ന് പറയുമ്പോൾ അവർ ചേഞ്ച് ചെയ്യുമായിരിക്കും. പക്ഷെ ഞാൻ അങ്ങനല്ല, മനസ്സിലായി? ഞാൻ അങ്ങനല്ല. എനിക്ക് എന്നെ പറഞ്ഞു മാറ്റാൻ നിങ്ങളെ കൊണ്ട് പറ്റൂല. ഞാൻ എന്താണോ ചെയ്യണം അതിന് ദൈവം തമ്പുരാൻ വന്ന് പറഞ്ഞാലും പറയില്ല. ഇൻ കേസ് എൻ്റെ സൈഡിൽ നിന്ന് ഒരു ബാഡ് ആയിട്ടൊരു സാധനം ഉണ്ടായി എന്ന് എനിക്ക് തോന്നിയാൽ ഞാനത് മാറ്റും. എനിക്ക് തോന്നിയാൽ ഉറപ്പായിട്ട് ഞാനത് മാറ്റും. പക്ഷെ എന്ന് കരുതി ഞാനൊരു സാധനം പ്ലാൻ ചെയ്ത് വെച്ചേക്കണത് എങ്ങനെയാണെന്ന് അതിന് ദൈവം തമ്പുരാൻ എന്ന് പറഞ്ഞാൽ പോലും ഞാൻ മാറ്റില്ല. നിങ്ങൾ ദൈവം അത് എൻ്റെ അടുത്ത് ചെയ്യാതിരിക്കുക. എനിക്കത് പിന്നെ വേറൊരു കാര്യം പറയാം. ഇത് നിങ്ങൾ ഇവിടെ പറയുന്നത് പോലെ TV മെമ്പേഴ്സിൻ്റെ അകത്ത് പറയും. ഇത് പല സമയത്തും ഇൻസെക്യൂരിറ്റീസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിന് മുമ്പത്തെ മെമ്പേഴ്സിൻ്റെ കാര്യം ഞാൻ പറയാണ് നിങ്ങളുടെ അടുത്ത്. അതൊരുമാതിരി അങ്ങ് ഇപ്പൊ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ റിബലിന് ടൈം സ്പെൻഡ് ചെയ്യാനുണ്ട്, എനിക്ക് ടൈം സ്പെൻഡ് ചെയ്യാനില്ല എന്നുള്ളൊരു സാധനം കമ്പാരിസൺ പോലെ പലവട്ടം ചാറ്റിൽ പല ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. മനസ്സിലായ? അപ്പൊ ദയവേത് ഇപ്പൊ ഞാനിതെല്ലാം തുടങ്ങി എല്ലാം വീണ്ടും ഇവരുടെയൊക്കെ കൂടെ സമയം, ഞാൻ ഇത്ര സമയമൊന്നും ഇതുവരെ ഇരുന്നിട്ടില്ല RPയിൽ. ഞാൻ ഇരിക്കാറില്ല. ഞാൻ അത് ഇരിക്കുന്നതും ബ്രോ 10-30 പേരെ 2 ദിവസം ഒരു മീറ്റപ്പ് എന്ന് പറഞ്ഞ് വേറൊരു നാട്ടിൽ കൊണ്ടുപോയി ചെയ്യാന്ന് പറയണത് ചെറിയൊരു കാര്യമല്ല. ലൈക്ക് പറഞ്ഞാൽ ഇപ്പോഴത്തെ എൻ്റെ സാഹചര്യത്തിൽ എൻ്റെ റവന്യൂലും അത് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഔട്ട് ഓഫ് ദി ബോക്സ് സാധനമാണ്. മനസ്സിലായ? ഞാൻ ഇപ്പോൾ അത് ചെയ്യാനിരിക്കുന്നതെന്ന് പറഞ്ഞാൽ എപ്പാർട്ട് ഫ്രം ഓൾ ഈ ഗെയിം ഇതെല്ലാം ഇതിൻ്റെ അപ്പുറത്തോട്ട് ഇത്രയും നാൾ കൂടെ നിന്ന പിള്ളേരെ പോലെ എനിക്ക് ഒരു ഫാമിലി പോലെ ബിൽഡ് ചെയ്യാൻ എല്ലാം തുടങ്ങുന്നതിന് മുമ്പ് അവരെയും കൂടെ പോയി സംസാരിച്ച് എല്ലാം ഒന്ന് സെറ്റാക്കി കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത് ചെയ്യുന്നത് പോലും. മനസ്സിലായ? അപ്പോൾ ദയവേത് ഇങ്ങനത്തെ ഇൻസെക്യൂരിറ്റീസ് കൂട്ടത്തിലുള്ള പിള്ളേരുടെ അടുത്ത് ഇൻജക്ട് ചെയ്യാതെ, എനിക്ക് എൻ്റെ പിള്ളേരെല്ലാവരും എല്ലാവരും ഒരേപോലെ ഞാൻ കാണണേ.
നിങ്ങൾ ഈ വരുന്ന 2 മണിക്കൂർ RP മാത്രമല്ല ഞാൻ അവരോടുള്ള റിലേഷൻഷിപ്പ്, അത് മനസ്സിലാക്ക്. ഇത് കഴിഞ്ഞിട്ട് അവർക്ക് എന്താ ഉള്ളത്, അവർക്ക് എന്താ ആവശ്യമുള്ളത്, അവർക്ക് വേണ്ട കാര്യങ്ങൾ പണ്ട് തൊട്ട് അന്ന് തൊട്ട് ഇന്ന് വരെയും ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഒരു കാര്യം ഞാൻ പറയട്ടെ, ഇറങ്ങിയവരായിക്കോട്ടെ, ഇപ്പം നിൽക്കുന്നവരായിക്കോട്ടെ, ആരോ ആയിക്കോട്ടെ നിങ്ങളായിരുന്നു ഓക്കെ, ആരോ ആയിക്കോട്ടെ, ഇത്രയും നാള് അവർ വന്ന് പറഞ്ഞ ഒരു കാര്യം ഞാൻ ചെയ്തു കൊടുക്കാറുണ്ടല്ലോ. അപ്പോൾ അത് ദൈവം എൻ്റെ അടുത്ത് എനിക്ക് ഇങ്ങനത്തെ ഇൻസെക്യൂരിറ്റീസ് ഉണ്ടാക്കല്ലേ കേസ്, അത് എനിക്ക് കാണുമ്പോൾ ബാഡ് അടിക്കും. അതുകൊണ്ടാണ് പറയണം, വേറെ ഒന്നും അല്ല. ഹലോ 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 കണ്ടത്തിരി ഹലോ എടാ, നമുക്ക് ഗ്യാങ്സിലോട്ട് പോവാം. നമുക്ക് ഗ്യാങ്സിലോട്ട് പോവാം. ഹലോ ഹലോ നടന്നുകൂടെ? വണ്ടി അതല്ലേ ഇറങ്ങി ഇല്ല അതാ പറഞ്ഞോണ്ടല്ലോ കേസ്. ഞാൻ മൂഡ് ഓഫ് ഒന്നും ആയില്ല, ഞാൻ എൻ്റെ കാര്യം പറഞ്ഞേ ഉള്ളൂ കേസ്. എൻ്റെ കാര്യം പറഞ്ഞേ ഉള്ളൂ ഞാൻ. കാരണം കഴിഞ്ഞ കുറേ നാളായിട്ട്, കഴിഞ്ഞ കുറേ ദിവസം ഇട്ട് ഇതിൻ്റെ പുറകെ ഒരുപാട് സമയം ഇരിക്കുന്നുണ്ട് ഞാൻ. അവന്മാരൊക്കെ കൂടെ ഒത്തിരി സമയം ഇരിക്കുന്നുണ്ട്. ഇത് വെറുതെ ഇങ്ങനെ എനിക്ക് റാൻഡം മെസ്സേജൊക്കെ അയക്കണ്, അവരുടെ കൂടെ വെമങ്ങസ് കളി, അവരുടെ കൂടെ അത് ചെയ്യും, അവരുടെ കൂടെ ഇത് ചെയ്യും, അവരുടെ കൂടെ PUBG PC ചെയ്യും. എടാ ഞാൻ ഇപ്പൊ സരക്ക് റിബൽ എങ്ങനെയാ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ ചെയ്യണമെന്നുണ്ടോ എന്റെ ഇത് പ്രൂവ് ചെയ്യാൻ? അല്ല, അതാണോ നിങ്ങൾ എന്റെ സൈഡിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്? വേറൊരാളെ ചെയ്യുന്ന കാര്യം അതേപോലെ ചെയ്ത് ഞാൻ എന്റെ സൈഡ് പ്രൂവ് ചെയ്യുക എന്നുള്ള കാര്യമാണ് എനിക്കതല്ല. ഞാൻ അങ്ങനെയല്ല, എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റൂല കേസ്, എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. അല്ല, എനിക്ക് കുറെ മെസ്സേജ് വരുന്നുണ്ട് ഈ പറയണത് പോലെ ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ. അതെനിക്ക് ഒരുമാതിരി ഇതുപോലെയാണ്. ഞാൻ എൻ്റെതായിട്ടുള്ള രീതിയിൽ ഞാൻ അവിടെ നിൽക്കുന്നു, ഓരോരുത്തരും നിൽക്കുന്ന ഓരോ രീതിയിലേ കേസ്, അത് ഇതാക്ക്. അപ്പം എനിക്കത് കേൾക്കുമ്പോൾ ബാഡാണ്. ഇങ്ങനെ കേൾക്കുമ്പോൾ അതുപോലെ ഇതുപോലെ എന്ന് പറയുമ്പോൾ അതെന്തോ ഒരു അതുപോലെ വേറൊന്നുമില്ല. ഇല്ല, ഞാൻ ഇതായിട്ട് നെഗറ്റീവായിട്ട് പറയാമല്ലോ കേസ്, ഞാൻ അങ്ങനെയല്ല. ഞാൻ നിങ്ങളുടെ അടുത്ത് പൊതുവെ എൻ്റെ കാര്യം പറഞ്ഞോളൂ. ഞാൻ ഇത് ഷോക്കാക്കി പറയണതല്ല. എന്താ സാവേജ്, ഇപ്പഴാണ് നീ വന്നേ? ഹലോ, മിണ്ടുന്നില്ല. ഞാൻ ഇറങ്ങിയെന്ന് വിചാരിച്ചു, എന്നെ ഇവിടെ പ്രതീക്ഷയില്ല ഈ സമയത്ത്. ഹലോ, എന്താടാ രാത്രി 1:10 സിറ്റിയില്? ഇപ്പൊ കേറിയതേ ഉള്ളൂ. നിനക്ക് ആ മെക്കാനിസം പിടികിട്ടിയല്ലേ? ലേറ്റ് നൈറ്റ് വന്നാലേ പെണ്ണ് തെറ്റാവൂന്നുള്ള. അറിയാമോ? അതെ ഞാൻ കാണാറുണ്ട്. ഒരു കൊച്ചുമായി അവരൊരു മോന് കൊണ്ടിപ്പോ. എടാ പോടാ, അന്ന് ഇവനാണ് ശരിയായ അന്ന് ഇവരില്ല എല്ലാ പെണ്ണിനെ പ്രപ്പോസ് ചെയ്യും, പക്ഷെ സെറ്റ് ആവുന്നില്ല. എന്റെ പുറത്ത് സിംഗിൾ എന്ന് പറഞ്ഞ നടക്കും. ഇപ്പൊ നൈറ്റാ കയറണത്. പാട്ട് കേട്ടായിരുന്നു ഇല്ല, ഉസ്മാൻ പാടുവോ? 2 ദിവസം മുമ്പില്ലേ ഉസ്മാൻ ഒരു കിടിലെ പാട്ട് പാടി. എല്ലാം പാട്ടായിരുന്നു. അതെ, ഞാനൊക്കെ ഞെട്ടിപ്പോയി. ഉസ്മാൻ നമ്മുടെ വണ്ടിയിൽ ഉണ്ടാകുന്നുണ്ട്. വേറെ ആരായിരുന്നു നമുക്ക് കൊണ്ടുപോയി കാണും. അവനെ കൊണ്ടുപോയപ്പോ മറ്റവൻ കൊണ്ടുപോയി